السلام عليكم ورحمة الله. بسم الله الرحمن الرحيم. الحمد لله رب العالمين. وصلى الله وسلم على خير خلقه ورسوله محمد وآله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. ബഹുമാന്യരായ സഹോദരന്മാരെ, സഹോദരികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ വിശുദ്ധ ഖുർആനിൻ്റെ പ്രപഞ്ച സൃഷ്ടിയുമായി ബന്ധപ്പെട്ട ഏതാനും ചില ഭാഗങ്ങളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അതിൽ യൂണിവേഴ്സുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ ചില സ്ലൈഡുകളുടെ സഹായത്തോടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നാണ് വിചാരിക്കുന്നത്. കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു അതുമായി ബന്ധപ്പെട്ട ഒരു സ്പെഷ്യൽ ക്ലാസ് സംഘടിപ്പിക്കണമെന്ന്. ഇൻഷാ അല്ലാഹ് നമ്മളെ 29-ാം തീയതിയിലെ ക്ലാസ് ഞായറാഴ്ച അത് 28 രാത്രിയിലേക്ക് മാറ്റിക്കൊണ്ട് ആ പ്രോഗ്രാം ഉൾപ്പെടുത്താനാണ് ഉദ്ദേശിക്കുന്നത്. 28 ശനിയാണ്. കാരണം നമുക്ക് ഈ സ്ലൈഡുകളൊക്കെ ഒന്നുകൂടി നന്നായി കാണണമെങ്കിൽ രാത്രിയാവണം എന്നതുകൊണ്ടാണ്. അപ്പോൾ അതിന് സഹായകമായ ടെക്നിക്കൽ സപ്പോർട്ടും ഫിസിക്കൽ സപ്പോർട്ടും നമുക്ക് ലഭിക്കും മഗ്‌രിബിന് ശേഷം. അതിൻ്റെ ഒരു ബ്രോഷർ ഇൻഷാ അല്ലാഹ് നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ നമുക്കതിൽ കുറച്ചുകൂടി വ്യക്തത, അസ്ട്രോണമി തലത്തിൽ വർക്ക് ചെയ്യുന്ന ഒരാൾ അത് കൈകാര്യം ചെയ്യുമ്പോൾ കുറേ കൂടി വ്യക്തതയുണ്ടാവും. അതോടൊപ്പം വിശുദ്ധ ഖുർആൻ അത് സംബന്ധമായി എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്നതുകൂടി ചേർത്ത് വെക്കുമ്പോൾ അതൊരു പൂർണ്ണതയിലേക്ക് എത്തുമെന്നാണ് വിചാരിക്കുന്നത്. അത് ഞാൻ പ്രത്യേകം പറയുന്നത് ആ ക്ലാസ്സിൽ നമ്മൾ മാത്രം ആവണമെന്നില്ല, സ്ഥിരം വരാത്ത ആളുകൾക്കും കൂടി അതിൽ വരാം, ഒരു പുതിയ അനുഭവം എന്ന നിലയ്ക്ക്. അപ്പോൾ നമ്മൾ അള്ളാഹു ഈ പ്രപഞ്ച സൃഷ്ടിപ്പിന് അവൻ ഉണ്ടാക്കിയിരിക്കുന്ന രൂപവും ക്രമവും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് സംസാരിച്ചത്. അതിലേറ്റവും അവസാനം ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ നക്ഷത്രമണ്ഡലങ്ങൾ, അത് വിശുദ്ധ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആലോചിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒന്നാം ആകാശത്തിൻ്റെ കീഴിലാണ്. അത് നമ്മൾ ഏറ്റവും അവസാനം ചർച്ച ചെയ്തത്. വലഖദ് സയ്യന്ന സമാ അദ്ദുനിയ ബിമസാബിഹ, ഏറ്റവും അടുത്ത ആകാശത്തെ അള്ളാഹു ദീപങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു. ആ ദീപങ്ങളാണ് നക്ഷത്രങ്ങൾ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് പറഞ്ഞത് വജഅൽനാഹ റുജൂമൻ ലിശ്ശയാത്തീൻ, അവയെ പിശാചുക്കളെ എറിയാനുള്ളവയാക്കി മാറ്റിയെന്നാണ്. അപ്പോൾ എന്താണ് നക്ഷത്രങ്ങളെ കൊണ്ട് പിശാചിനെ എറിയുക എന്നത് പലപ്പോഴായി പലരും ഉന്നയിച്ച ഒരു സംശയമാണ്. ആ സംശയത്തിൻ്റെ ദൂരീകരണം കൂടിയാണ് അതിൻ്റെ അടുത്ത ഒരു സൂക്തത്തിലൂടെ നമ്മൾ മനസ്സിലാക്കിയത്. മലഉൽ അഅല എന്ന് പറയുന്ന ഉന്നതമായ ലോകത്ത് ജീവിക്കുന്ന മലക്കുകളുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ പിശാചുക്കൾ കടന്നു ചെല്ലാൻ ശ്രമിക്കുന്നതിനെ ആട്ടിയോടിക്കുന്നത്, അകറ്റി നിർത്തുന്നത് നക്ഷത്രമണ്ഡലങ്ങളാണ് എന്നാണ് ഖുർആൻ പറഞ്ഞത്. അപ്പോൾ അതിനെ ആലങ്കാരികമായി ഉപയോഗിച്ച പദമാണ് റുജൂമൻ ലിശ്ശയാത്തീൻ. ഇപ്പം നമുക്കറിയാം വിശുദ്ധ ഖുർആനിൽ വേറെയും പല സ്ഥലങ്ങളിലും സമാനമായിരിക്കുന്ന വിഷയങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് അള്ളാഹു ജിബ്രീൽ വഴി മുഹമ്മദ് നബിക്ക് അല്ലെങ്കിൽ മറ്റു പ്രവാചകന്മാർക്ക് വഹയി നൽകുമ്പോൾ ആ വഹയി കട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ അതിൽ ചിലത് കൂട്ടിക്കലർത്തുകയൊക്കെ ചെയ്യാനുള്ള ശ്രമങ്ങൾ നേരത്തെ പിശാചിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. പക്ഷെ അള്ളാഹു പറയുന്നുണ്ട് ഇനി അതിന് സാധ്യമല്ല, അത് തടഞ്ഞു. ആ തടയുന്നതിൻ്റെ കൂടി ഭാഗമാണ് പിശാചുക്കൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധത്തിൽ നക്ഷത്രങ്ങളെ കൊണ്ട് ഉപരിലോകത്തെ സംരക്ഷിച്ചത്. ആ സംരക്ഷണത്തിൻ്റെ ഭാഗമാണ് റുജൂമൻ ലിശ്ശയാത്തീൻ എന്ന പ്രയോഗം. എന്ന് പറഞ്ഞാൽ നക്ഷത്രങ്ങൾ കൊണ്ട് എറിയുക എന്നല്ല, നക്ഷത്രത്തിലേക്ക് അങ്ങോട്ട് അടുക്കാൻ കഴിയാത്ത വിധം സ്വാഭാവികമായി
ഇവയെ അകറ്റി നിർത്താൻ സഹായകമാകുന്ന. അതിന് ആ നിലക്ക് തന്നെ വായിച്ചെടുത്താൽ ആ വിഷയം പെർഫെക്റ്റായി നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റും. അങ്ങനെ അല്ലാതെ നമ്മൾ നേർക്കുനേരെ മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ചിലപ്പോൾ നമുക്കൊരു വ്യക്തത കിട്ടാതെ പോവുകയും ചെയ്യും. അതാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കുന്നത്. നമ്മൾ ഇന്ന് തുടങ്ങുന്നത് സൂറത്തുൽ ഹിജ്ർ 15-ാമത്തെ അധ്യായം 16-17 വാക്യങ്ങൾ കഴിഞ്ഞ ഇതിൻ്റെ ബാക്കി തന്നെയാണത്. وَلَقَدْ جَعَلْنَا فِي السَّمَاءِ بُرُوجًا وَزَيَّنَّاهَا لِلنَّاظِرِينَ ആകാശത്ത് നാം നക്ഷത്രമണ്ഡലങ്ങൾ നിശ്ചയിക്കുകയും നോക്കുന്നവർക്ക് അവയെ നാം അലങ്കൃതമാക്കുകയും ചെയ്തിരിക്കുന്നു. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജൻ. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ആകാശത്തിൽ നാം ഉണ്ടാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ സ്ഥാപിച്ചിരിക്കുന്നു, നിശ്ചയിച്ചിരിക്കുന്നു. ബുറൂജൻ, ബുറുജ് എന്നതിൻ്റെ ജമ്മാണ് ബുറൂജ്. നമ്മൾ സാധാരണ ടവറിനൊക്കെ പറയും ബുർജ് എന്ന്, വലിയ കെട്ടിടങ്ങൾക്കൊക്കെ. ഇപ്പോൾ ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ അതൊരു കെട്ടിടത്തിൻ്റെ പേരാണ്. അപ്പോൾ ബുർജ് എന്ന് പറഞ്ഞാൽ ഒന്നല്ല, ഒരുപാട് ഐറ്റംസ് കൂടി വരുന്ന ഒരു സംഗമത്തിനാണ് ശരിക്കും അത് പ്രയോഗിക്കുക. അപ്പോൾ അതിനൊരു മണ്ഡലം എന്ന് പറയാം. അപ്പോൾ നമ്മുടെ സംഘടനയൊക്കെ പറയുമ്പോൾ കുറേ യൂണിറ്റുകൾ ചേർന്ന ഒരു മണ്ഡലമായി. ഇവിടെ നക്ഷത്ര മണ്ഡലങ്ങളെയാണ് അള്ളാഹു ഉദ്ദേശിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഈ നക്ഷത്രങ്ങളൊക്കെ അങ്ങിങ്ങായി അവിടെയും ഇവിടെയൊക്കെ അലസമായി കിടക്കുന്നല്ല. അവയൊക്കെ ചില പ്രത്യേക സംഘങ്ങൾ, കൂട്ടങ്ങൾ, പരസ്പരം ബന്ധമുള്ളത്. ഇപ്പോൾ നമുക്ക് തന്നെ അറിയാം. ഇപ്പോൾ നമ്മൾ സൗരയൂഥം എന്ന് പറയുമ്പോൾ അതൊരു നക്ഷത്രമണ്ഡലമാണല്ലോ ശരിക്കും. അതൊരു ചെറിയ ഭാഗമാണ്. അതുപോലെയുള്ള കോടിക്കണക്കിന് സൗരയൂഥങ്ങളുണ്ട്, കോടിക്കണക്കിന് ഗാലക്സികളുണ്ട്. ഈ ഗാലക്സികളിലൊക്കെ നക്ഷത്രങ്ങളുടെ കൂട്ടങ്ങളാണ്, നക്ഷത്രമണ്ഡലങ്ങളാണ്. അപ്പോൾ അതാണ് സൂചിപ്പിച്ചത്. വലഖദ് ജഅൽനാ ഫിസ്സമാഇ ബുറൂജ, നാം ആകാശത്തിൽ നക്ഷത്രമണ്ഡലങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നു. വസയ്യന്നാഹ ലിന്നാദിരീൻ. സയ്യന എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കിയതാണ് അലങ്കരിച്ചു, ഭംഗിയാക്കി. വസയ്യന്നാഹ, അതിനെ നാം അലങ്കൃതമാക്കിയിരിക്കുന്നു, അല്ലെങ്കിൽ അതുവഴി അലങ്കരിച്ചിരിക്കുന്നു. ലിന്നാദിരീൻ, നോക്കിക്കാണുന്നവർക്ക്. പ്രഥമമായ കാര്യമാണ് അവിടെ പറഞ്ഞത്. കുറച്ചുകൂടി ആഴത്തിലേക്ക് ഇറങ്ങുമ്പോൾ ആ നാദിർ എന്ന് പറയുന്നതിന് നോക്കുക എന്നതിനപ്പുറത്ത് ആലോചിക്കുക, ചിന്തിക്കുക എന്നത് മറ്റൊരു വശം. പക്ഷെ ഒറ്റ നോട്ടത്തിൽ തന്നെ ഏതൊരു മനുഷ്യനും ആനന്ദകരമായി തോന്നുന്ന, അനുഭൂതിദായകമായിരിക്കുന്ന ഒരു അവസ്ഥ ഈ അന്തരീക്ഷത്തിലേക്ക് നോക്കുമ്പോൾ ഉണ്ടാവും. പ്രത്യേകിച്ച് ധാരാളം നക്ഷത്രങ്ങൾ ഇങ്ങനെ കാണുന്ന ഒരു അന്തരീക്ഷം, അത് ഭയങ്കര മനോഹരമാണല്ലോ. ഇപ്പം നമ്മുടെ കുട്ടികളൊക്കെ ഈ പല വീട്ടിലും കാണാം, ഈ ബെഡ്റൂമിൽ മറ്റേ റൂഫിന് മുകളിൽ ഇങ്ങനെ നക്ഷത്രങ്ങൾ ഒട്ടിച്ച് നോക്കും. രാത്രിയിൽ കാണാൻ നല്ല ഒരു എന്താ പറയുക, അതിനൊരു രസമുണ്ട് അല്ലേ. അത് മനുഷ്യൻ്റെ ഒരു മൈൻഡാണത്. യഥാർത്ഥത്തിൽ അത് നമ്മൾ ഒട്ടിച്ചു വെച്ചതാണ്. എന്നാൽ കോടിക്കണക്കിന് നക്ഷത്രങ്ങളെ നമ്മളിങ്ങനെ ഒന്നിനു പുറകെ ഒന്നായി ഇങ്ങനെ കാണുന്ന ഒരു സാഹചര്യം, അത് ഈ അന്തരീക്ഷത്തിന് തന്നെ നൽകിയിരിക്കുന്ന ഒരു അലങ്കാരമാണ്. അങ്ങനെ നക്ഷത്രമണ്ഡലങ്ങൾ സ്ഥാപിക്കുകയും കാണുന്നവർക്ക് അതൊരു അലങ്കാരമാക്കി തീർക്കുകയും ചെയ്തിരിക്കുന്നു എന്നത് നേരത്തെ നമ്മൾ പഠിച്ചതിൻ്റെ ബാക്കിയായിട്ടാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് വിശദീകരിക്കേണ്ടതില്ല. അതാണ് ഒരു ഭാഗം. അതിൻ്റെ അടുത്ത ആയത്ത് കൂടി നോക്കാം. ആട്ടിയകറ്റപ്പെട്ട എല്ലാ പിശാചുക്കളിൽ നിന്നും അതിനെ നാം കാത്തു സൂക്ഷിക്കുകയും ചെയ്തിരിക്കുന്നു. വഹഫിദ്നാഹ, ഹഫില സൂക്ഷിച്ചു, സംരക്ഷിച്ചു. വഹഫിദ്നാഹ, അതിനെ നാം സംരക്ഷിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആകാശത്തെ നാം സംരക്ഷിച്ചിരിക്കുന്നു. മിൻ കുല്ലി ശൈത്വാനിൻ റജീം, മിൻ കുല്ലി ശൈത്വാനിൻ, എല്ലാ പിശാചുക്കളിൽ നിന്നും. റജീം, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, അറിയാലോ, ആട്ടിയകറ്റപ്പെട്ട, എറിഞ്ഞോടിക്കപ്പെട്ട എന്നൊക്കെ അർത്ഥം. അപ്പോൾ ആട്ടി അകറ്റപ്പെട്ട, എറിഞ്ഞോടിക്കപ്പെട്ട പിശാചുക്കളിൽ നിന്ന് ആകാശത്തെ നാം സംരക്ഷിച്ചിരിക്കുന്നു.
ആ മറ്റേ വാചകം ഒന്നുകൂടി ചേർത്ത് വായിച്ചാൽ വ്യക്തമാവും. ഉപരിലോകത്ത് പ്രത്യേകിച്ച് മലക്കുകൾ ജീവിക്കുന്ന ഏരിയയിൽ പിശാചുക്കൾക്ക് കടന്നു ചെല്ലാൻ കഴിയാത്ത വിധം നക്ഷത്രങ്ങളെ കൊണ്ട് ആകാശലോകത്തെ നാം സംരക്ഷിച്ചിരിക്കുന്നു. പിശാചുകൾക്ക് അങ്ങോട്ട് പോകാൻ കഴിയില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പാർട്ട് കൂടെ ഇതിലുണ്ട്. ഇവിടെയൊക്കെ പറയുന്ന പിശാചുക്കൾ തന്നെ മനുഷ്യനല്ല, ജിന്നുവർഗത്തിൽപ്പെട്ട പിശാചുക്കൾ തന്നെയാണ്, സംശയമൊന്നുമില്ല. ആ ജിന്നുവർഗം എന്നത് മനുഷ്യനെ പോലെ തന്നെ വർഗമാണ്, ഒരു ജീവി വർഗമാണ്. പക്ഷെ അവ ജീവിക്കുന്നത് ഈ ഒന്നാം ആകാശത്തിന് കീഴെയാണ്. അതിൻ്റെ മുകളിലേക്ക് അതിന് പ്രവേശനമില്ല. അത് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ വളരെ വ്യക്തമാവുമല്ലോ. ഈ ഒന്നാം ആകാശത്തിന് കീഴെ മനുഷ്യൻ ജീവിക്കുന്ന ഭൂമിയിലാണെങ്കിൽ ഭൂമിയിലും അന്തരീക്ഷത്തിലുമൊക്കെ ആയിട്ട് ഈ ജിന്നുവർഗവും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്നാൽ അവയിലെ അപകടകാരികളായിരിക്കുന്ന പിശാചുക്കൾ പലതരത്തിലുള്ള തന്ത്രങ്ങളും കുതന്ത്രങ്ങളും പ്രയോഗിക്കാൻ ഏതു തരത്തിലും കടന്നു ചെല്ലാൻ ശ്രമിക്കും. പക്ഷേ അവർക്ക് ലിമിറ്റുണ്ട്. നക്ഷത്രങ്ങളിലേക്ക് അടുക്കാൻ അവർക്ക് കഴിയില്ല. നക്ഷത്രമണ്ഡലങ്ങൾ കൊണ്ട് മുഖരിതമായിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ അധികം മുകളിലോട്ട് കയറിപ്പോകാൻ അവർക്ക് കഴിയില്ല. ആകാശലോകത്തെ അങ്ങനെയാണ് അള്ളാഹു സംരക്ഷിച്ചത്. ആ സംരക്ഷണത്തിന് ഒരു കാരണമാണ് കഴിഞ്ഞ ആയത്ത് പഠിച്ചത്. അത് മലക്കുകളുടെ ലോകമാണ്. അവിടെ മലക്കുകളുമായി ബന്ധപ്പെട്ട കുറേ കാര്യങ്ങൾ വേറെയുണ്ട്. അതുകൊണ്ട് അവിടേക്ക് ഇവരെ കയറിക്കൂടാ. പ്രത്യേകിച്ച് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ വഹയി ഒക്കെ ലഭിക്കുന്നതിൽ ജിബ്രീലിന് അള്ളാഹു നൽകുന്ന വഹയി പ്രവാചകന്മാരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നതിനിടയിൽ ഇവരിടപെട്ടാൽ പൂർണ്ണമായും 100% സത്യസന്ധമായ സന്ദേശമായിരിക്കില്ല ലഭിക്കുന്നത്. അതിൽ അസത്യങ്ങൾ കൂട്ടിക്കല്ലും. അത് ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് പറഞ്ഞ് തുടക്കത്തിൽ അങ്ങനെ സാഹചര്യം ഉണ്ടായിരുന്നു. അള്ളാഹു അത് എന്നേക്കുമായി തടഞ്ഞു എന്ന് ഖുർആൻ്റെ അടുത്ത് പറയുന്നുണ്ട്. പലയിടങ്ങളിൽ ഈ വിഷയം പറഞ്ഞിട്ടുണ്ട്. അതിലൊരു ചെറിയ പാർട്ടാണ് ഇവിടെ സൂചിപ്പിച്ചത്. അപ്പോൾ ആ വാചകം വജഅൽനാഹ റുജൂമൻ ലിശയാത്തീൻ എന്ന് പറയുന്ന ആ പാർട്ട് നമുക്ക് ഒന്നുകൂടി വ്യക്തമായി വരുന്നു എന്നർത്ഥം. അടുത്ത ആയത്തിലേക്ക് പോകാം. ഇതുവരെ നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്ന കാര്യങ്ങളിൽ ഞാനിവിടെ സംസാരിച്ചാൽ നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങൾ ഇവിടെ തന്നെ എല്ലാ ആഴ്ചയും ക്ലാസ്സിന് വരുന്ന എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കുമോ മനസ്സിലായിട്ടുണ്ടാവുക? അല്ലല്ലോ, അല്ല. മനസ്സിലാകുന്നതിൻ്റെ അളവും തോതും വ്യത്യസ്തമാണ്. ചിലർക്കൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല. ചിലർക്ക് ഇവിടെ ഞാൻ ഈ സംസാരിക്കുന്ന കാര്യം എന്നേക്കാൾ മനസ്സിലായിട്ടുണ്ട്. മനസ്സിലായല്ലോ? അതിനിടക്കൊക്കെ ആളുകളുണ്ട്. അതിന് അള്ളാഹു തന്നെ പറയുന്ന ചില സംഗതികളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ സാധിക്കുന്നത്? ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു, നമ്മൾ ഈ കണ്ടെത്തിയിരിക്കുന്ന പ്രപഞ്ചത്തേക്കാൾ സങ്കീർണമാണ് മനുഷ്യൻ്റെ തലച്ചോറ്. അതിൻ്റെ അതുവഴി ലഭിക്കുന്ന മനുഷ്യബുദ്ധിയുടെ ഏറ്റക്കുറവിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്താണ് എന്നുള്ളത് ഇന്നും കൃത്യമായി പറയാൻ പറ്റിയിട്ടില്ല. പറഞ്ഞേക്കാം, പറയില്ല എന്ന് പറയുന്നില്ല, പക്ഷെ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആ ഏറ്റക്കുറവ് പ്രധാനപ്പെട്ട ഒരു പാർട്ട് പടച്ചറബ് നിർവഹിക്കുന്നുണ്ടെന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ അള്ളാഹുവിനെ മനസ്സിലാക്കാനും കണ്ടെത്താനുമൊക്കെ ആവറേജ് ബുദ്ധി മതി. അതിന് മാത്രമുള്ള അടയാളങ്ങളെക്കുറിച്ചുള്ള ചിന്തിക്കാനും പഠിക്കാനൊക്കെ മനുഷ്യന് കഴിയും. എന്നാൽ ചില കാര്യങ്ങളിൽ കുറച്ച് ആഴത്തിൽ നമ്മൾ പഠിക്കേണ്ടി വരും, ആഴത്തിൽ ചിന്തിക്കേണ്ടി വരും, വളരെ നല്ല ഡെപ്തിൽ കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കേണ്ടി വരും. അത് എല്ലായ്പ്പോഴും എല്ലാവർക്കും സാധിച്ചു കൊള്ളണമെന്നില്ല. ഞാൻ ഇതിന് പിറകെ വരുന്ന ചില ആയത്തുകളിൽ അതുകൂടി ശ്രദ്ധയിൽപ്പെടുന്നുണ്ട്. ഇവിടെ വന്നൊരു ചോദ്യമുണ്ട്, ഒന്നല്ല 1-2 ചോദ്യങ്ങൾ. ഒരേ സൂറത്തിലെ 4 ആയത്തുകൾ എങ്ങനെ ചേർന്ന് വന്നപ്പോൾ ആ 4 ആയത്തുകളിലും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ് പറഞ്ഞത്. പക്ഷേ ആയത്ത് അവസാനിപ്പിക്കുമ്പോൾ ഒരു ഭാഗത്ത് ലി ഖൗമി യതഫക്കറൂൻ, അടുത്ത ഭാഗത്ത് ലിൽ ആലിമീൻ, മറ്റൊരു ഭാഗത്ത് ലി ഖൗമി യഖിലൂൻ, അതുപോലെ തന്നെ ഒന്നുകൂടിയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള എന്താണ് ആ വ്യത്യാസം? പറഞ്ഞ വിഷയങ്ങളൊക്കെ എന്താണ്? ആലോചിക്കാനും ചിന്തിക്കുവാനുമുള്ള വിഷയമാണ്. പക്ഷെ ഒരിടത്ത് ഫിക്റാണ് പറഞ്ഞത്, ഒരിടത്ത് അഖലാണ് പറഞ്ഞത്, ഒരിടത്ത് ആണ് പറഞ്ഞത്, ഒരിടത്ത് ഇൽമാണ് പറഞ്ഞത്. അത് നല്ലൊരു ചോദ്യം, മനോഹരമായ ചോദ്യമാണത്. ആ ചോദ്യം നമ്മളിവിടെ അനലൈസ് ചെയ്യേണ്ടതുണ്ട്. ഇന്നത്തെ ഇതിലത് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത് ഇങ്ങനെ അവിടെയൊക്കെ ആ ഉപയോഗിച്ചിരിക്കുന്ന പദപ്രയോഗങ്ങളിൽ പോലും മനുഷ്യൻ്റെ ബുദ്ധിയിലും ചിന്തയിലും അവൻ്റെ ഗവേഷണത്തിലുമൊക്കെ
അള്ളാഹു നൽകുന്ന അവൻ്റെ ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ളതാണ്, ഒരു കോൺട്രിബ്യൂഷൻ ഉണ്ടെന്നുള്ളതാണ്. അതാണ് സൂചിപ്പിക്കുന്നത്. അടുത്ത ആയത്ത് കൂടെ നോക്കിയാൽ അത് കുറച്ചുകൂടി വ്യക്തമാവും. നോക്കാം. സൂറത്തുൽ ബഖറയാണ് 269 ആയത്ത്. يؤتي الحكمة من يشاء ومن يؤت الحكمة فقد أوتي خيرا كثيرا وما يذكر إلا أولو الألباب. താൻ ഉദ്ദേശിക്കുന്നവർക്ക് അള്ളാഹു യഥാർത്ഥ ജ്ഞാനം നൽകുന്നു. ഏതൊരുവന് യഥാർത്ഥ ജ്ഞാനം നൽകപ്പെടുന്നുവോ അവന് അതുവഴി അത്യധികമായ നേട്ടമാണ് നൽകപ്പെടുന്നത്. എന്നാൽ ബുദ്ധിശാലികൾ മാത്രമേ ശ്രദ്ധിച്ച് മനസ്സിലാക്കുകയുള്ളൂ. യുഉത്തിൽ ഹിക്മത മയ്യശ. യുഉത്തി എന്ന് പറഞ്ഞാൽ നൽകുന്നു, അള്ളാഹു നൽകുന്നു. ഹിക്മത്ത് എന്ന് പറഞ്ഞാൽ യുക്തി എന്ന് പറയാം, തത്വജ്ഞാനമെന്ന് പറയാം, വിജ്ഞാനമെന്ന് പറയാം. ഇവിടെ അൽ ഹിക്മത്താണ്. അപ്പോൾ അതിന് ഒന്നുകൂടി പെർഫെക്ഷൻ ഉണ്ടാവും. യഥാർത്ഥത്തിലുള്ള ജ്ഞാനം, അൽ ഹിക്മത്ത്. അൽ ഇലാഹ് യഥാർത്ഥ ആരാധ്യൻ എന്ന പോലെ അൽ ഹിക്മത്ത് യഥാർത്ഥത്തിലുള്ള ജ്ഞാനം. യുഉത്തിൽ ഹിക്മത യഥാർത്ഥത്തിലുള്ള ജ്ഞാനം അവൻ നൽകുന്നു. മൈ യശാഉ അവൻ ഉദ്ദേശിക്കുന്നവർക്ക്. ഞാൻ ഒന്നുകൂടി പറയുന്നത്, ഇവിടെ പറഞ്ഞിരിക്കുന്ന ഈ ജ്ഞാനം അതുപോലെ തന്നെ ലഭിച്ചില്ലെങ്കിലും ഹിദായത്തിലെത്താൻ തടസ്സമൊന്നും ഉണ്ടാവില്ല. അതാണ് പറഞ്ഞ അർത്ഥം. ഹിദായത്തിലെത്താൻ തടസ്സമുണ്ടാവില്ല, അതിന് ആവറേജ് ബുദ്ധി ഉണ്ടായാൽ മതി. അതെല്ലാവർക്കുമുണ്ട്. എന്നാൽ ചില കാര്യങ്ങളിൽ കുറേ കൂടി ആഴത്തിൽ, നല്ല ഡെപ്തിൽ അതിൻ്റെ വസ്തുതകളിലേക്ക് എത്തിച്ചേരാൻ ചിലർക്ക് കഴിയും. അത് അള്ളാഹു നൽകുന്ന ഒരു അനുഗ്രഹമാണ്. ഇവിടെ ഹിക്മത്ത് എന്ന് പറയുമ്പോൾ രണ്ടർത്ഥത്തിൽ മനസ്സിലാക്കണം. ഒന്ന്, ഭൗതികമായി നമുക്ക് ലഭിക്കുന്ന വിജ്ഞാനവും അതിന് സഹായകമായിരിക്കുന്ന ബുദ്ധിയും ചിന്തയും ഒക്കെ തന്നെയാണ്. എന്നാൽ മറ്റൊന്ന്, അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രവാചകന്മാർക്ക് അവൻ നൽകുന്ന ദിവ്യ സന്ദേശങ്ങളാണ്. മുഹമ്മദ് നബിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഹുവല്ലദീ ബഅസ ഫിൽ ഉമ്മീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതിഹി വയുസക്കീഹിം വയുഅല്ലിമുഹുമുൽ കിതാബ വൽ ഹിക്മ എന്ന് പറയുന്നുണ്ട്. അവിടെ മുഹമ്മദ് നബിക്ക് ലഭിച്ചിരിക്കുന്ന സന്ദേശത്തെക്കുറിച്ച് പറയുന്നിടത്തൊരു ഭാഗം അദ്ദേഹം ഈ വേദഗ്രന്ഥത്തെയും അതുപോലെ യഥാർത്ഥ ജ്ഞാനത്തെയും പഠിപ്പിച്ചു കൊടുക്കുന്നു. ആ യഥാർത്ഥ ജ്ഞാനം പ്രവാചക അധ്യാപനങ്ങളാണ്, പ്രവാചക ജീവിതമാണ് എന്നതാണ് അവിടുത്തെ പൊരുൾ. അത് അള്ളാഹു നൽകുന്നതാണ്. അപ്പോൾ രണ്ട് പാർട്ട് എന്ന് പറഞ്ഞാൽ, അള്ളാഹു തിരഞ്ഞെടുത്തിരിക്കുന്ന പ്രവാചകന്മാർക്ക് അവൻ പ്രത്യേകമായി നൽകുന്ന ജ്ഞാനങ്ങൾ, അത് ആ പ്രവാചകന്മാർക്ക് തന്നെയാണ് അറിയാം. പിന്നെ അവർ പറഞ്ഞു കൊടുക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുന്ന അറിയും. ചില സന്ദർഭത്തിൽ റസൂൽ പറഞ്ഞല്ലോ, ഞാൻ അറിയുന്ന കാര്യങ്ങൾ അത്രയും നിങ്ങൾ അറിയുകയായിരുന്നുവെങ്കിൽ നിങ്ങൾ വളരെ കുറച്ചു മാത്രം ചിരിക്കുകയും വളരെ കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നു. അത് ബാക്കിയുള്ള സ്വഹാബികൾക്ക് അത്രയും കിട്ടിയിട്ടില്ല. പ്രവാചക തിരുമേനിക്ക് അറിയുന്ന അത്ര വിഷയത്തിൽ അറിവില്ല. അള്ളാഹു കൊടുത്തിരിക്കുന്ന ഹിക്മത്താണത്. ഇതുപോലെ തന്നെ മനുഷ്യന് പ്രവാചകന്മാരുടെ കാലശേഷം ഇവിടെ മനുഷ്യന്മാർ ജീവിക്കുന്നുണ്ട്. അവർക്ക് വേദഗ്രന്ഥം പഠിക്കണം, വായിക്കണം, അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങൾ ബോധ്യമാവണം. അതിനെന്ത് വേണം? അവൻ്റെ ബുദ്ധിയും ചിന്തയും വർക്ക് ചെയ്യണം. അതിലും ചില ഏറ്റക്കുറവുകളുണ്ട്, ചിലർക്ക് പ്രത്യേകമായി നൽകും എന്ന് തന്നെയാണല്ലോ പറഞ്ഞത്. അത് ഈ ആയത്തിന് അവസാനിപ്പിക്കുമ്പോൾ കുറച്ച് വ്യക്തമാവും. യുഉത്തിൽ ഹിക്മത മൻ യശാ, അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അവൻ ശരിയായ ജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം നൽകുന്നു. വമൻ യുഉത്തൽ ഹിക്മത, അങ്ങനെ ശരിയായ ജ്ഞാനം ആർക്കാണോ നൽകപ്പെടുന്നതായാൽ, യുഉത്ത, ഊത്തിയ യുഉത്ത എന്നാണ് പദം. മറ്റേ ആത്ത യുഉത്തി, ഇവിടെ ഊത്തിയ യുഉത്ത, നൽകപ്പെട്ടു. വമൻ യുഉത്ത അൽ ഹിക്മ, ആർക്കാണോ ഈ യഥാർത്ഥ ജ്ഞാനം, തത്വജ്ഞാനം നൽകപ്പെടുന്നത്, ഫഖദ് ഊതിയ ഖൈറൻ കസീറ, ഫഖദ് ഊതിയ അവന് ലഭിച്ചിരിക്കുന്നു, അവന് നൽകപ്പെട്ടിരിക്കുന്നു, ഖൈറൻ കസീറ ധാരാളം നന്മകൾ, ധാരാളം ഗുണങ്ങൾ എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞ രണ്ടർത്ഥം വെച്ചോളൂ. പ്രവാചകന്മാർക്ക് ലഭിച്ചിരിക്കുന്ന ഹിക്മത്തിലൂടെ അവർക്ക് ഒരുപാട് നന്മകൾ കിട്ടി എന്ന് പറഞ്ഞാൽ, ഏതൊരു വിഷയത്തിലും ആ സത്യത്തിൻ്റെ പാരമ്യതയിൽ അവർക്ക് എത്താൻ പറ്റി. ഒരാശങ്കയുമില്ലാതെ, മനസ്സിനൊരു സംഘർഷമില്ലാതെ
അതിനെ കൃത്യമായ രൂപത്തിൽ സ്വീകരിക്കുവാനും ഉൾക്കൊള്ളാനും കഴിഞ്ഞു. അത് അത്ര അങ്ങ് കിട്ടിയില്ലാത്തവർക്കോ ചിലപ്പോൾ കുറച്ചൊരു ആശങ്ക ഉണ്ടാവും, ചില വിഷയങ്ങളിലെങ്കിലും ഉണ്ടാവും. എന്ന പോലെ തന്നെ ബുദ്ധിപരമായി ചിന്തിച്ച് മനസ്സിലാക്കി കണ്ടെത്തേണ്ട വിഷയങ്ങളിൽ അതിൻ്റെ പെർഫെക്റ്റായ ലൈനിലൂടെ കടന്നു ചെന്ന് അതിൻ്റെ എത്തേണ്ട അടുത്ത് എത്തിക്കഴിഞ്ഞാൽ ആ ആളുകൾക്ക് മനസ്സിനൊരു വല്ലാത്ത ഒരു സമാധാനവും സന്തോഷവും ഒക്കെ കിട്ടും. ഇപ്പം നമ്മൾ തന്നെ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് ചിലപ്പോഴൊക്കെ നമ്മുടെയൊക്കെ മനസ്സിലുണ്ടാകുന്ന ചില ആശങ്കകൾ, ചില സംശയങ്ങൾ, അത് അതിൻ്റെ വസ്തുതകളിലേക്ക് എത്തി എന്ന് ബോധ്യമാകുമ്പോൾ നമുക്കൊന്ന് സമാധാനം ഉണ്ടാവും. നമുക്ക് തന്നെ അതിൽ ഒരു അങ്ങനെയാണല്ലോ, മനസ്സിനൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഫഖദ് ഊത്തിയ ഖൈറൻ കസീറ, അവർക്ക് ധാരാളം നന്മകൾ നൽകപ്പെടുകയാണ്. ഈ യഥാർത്ഥ ജ്ഞാനം ലഭിക്കുക വഴി അയാൾക്ക് ഒരുപാട് നന്മകൾ ലഭിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് അല്ലാഹു പറയുന്നു, വമാ യദ്ദക്കറു, ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ല, ഇല്ലാ ഉലുൽ അൽബാബ്, ബുദ്ധിശാലികളല്ലാതെ ചിന്തിച്ചു ഗ്രഹിക്കുന്നില്ല. അപ്പോൾ ചിന്തിച്ചു ഗ്രഹിക്കുമ്പോൾ ലഭിക്കുന്നതാണ് ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന യഥാർത്ഥ ജ്ഞാനത്തിൻ്റെ ഒരു പാർട്ട്. മറ്റൊന്ന് ചിന്തക്ക് ഒരു സ്ഥാനവുമില്ലാത്ത വഹയിലൂടെ ലഭിക്കുന്നതാണ് അതിൻ്റെ മറ്റൊരു പാർട്ട്. വഹയി ലഭിക്കുന്നതിൽ വേറെ ചിന്തക്ക് യാതൊരു പ്രസക്തിയില്ല. അല്ലാഹ് ജിബ്രീൽ വഴി നൽകുന്നു, ലഭിക്കുന്നു. പക്ഷെ ആ ലഭിച്ചിരിക്കുന്ന വിഷയങ്ങളിൽ നമുക്ക് ചിന്തിക്കാൻ ധാരാളം വകുപ്പുണ്ടാവും. ഇപ്പോൾ ഖുർആനിൽ ധാരാളം വകുപ്പുണ്ടല്ലോ എന്ന പോലെ തന്നെ. എന്നല്ലാതെ അത് ലഭിക്കുന്നതിൽ എന്തില്ല, അങ്ങനെ ഒരു ചിന്തയ്ക്ക് പ്രത്യേകിച്ച് പ്രസക്തിയൊന്നുമില്ല എന്നാണ് ആ സൂചിപ്പിച്ചത്. അപ്പോൾ അതൊന്ന് നമുക്ക് അങ്ങനെ കൂട്ടി വായിച്ചാൽ അത് മനസ്സിലാവും. അപ്പോൾ യുത്തിൽ ഹിക്മത്തമൈ, ഇതാണ് വിഷയം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ ചോദിച്ചല്ലോ ചിലരൊക്കെ, പിന്നെ വളരെ ബുദ്ധിമാന്മാരായ ചിന്തകന്മാരായ വലിയ വലിയ ശാസ്ത്രജ്ഞന്മാരിൽ പലരും എന്തുകൊണ്ടാണ് ദൈവവിശ്വാസത്തിലേക്ക് വരാതിരുന്നത്? അതിൻ്റെ ഏറ്റവും നല്ല ഒന്ന് ഞാനന്ന് സൂചിപ്പിച്ചു, പലരും വഴിക്ക് വെച്ച് ഇറങ്ങിപ്പോകുന്നു. അവർക്ക് ലഭിക്കേണ്ടത് കിട്ടിക്കഴിഞ്ഞാൽ അവരിറങ്ങിപ്പോകുന്നു. അതിന് ഇനിയും കുറച്ചുകൂടി മുന്നോട്ട് പോയി നോക്കാം, എന്തെങ്കിലും കിട്ടിയേക്കാം എന്ന ഒരു പ്രതീക്ഷ വെച്ചുകൊണ്ട് പോവാത്തതിനാലാണ് പലരും അങ്ങനെ പോയത്. അതോടൊപ്പം തന്നെ അവർക്ക് ലഭിച്ചിരിക്കുന്ന ഈ ജ്ഞാനം അത് ശരിയായ വിധത്തിൽ ലഭിക്കാനുള്ള അങ്ങനെ ഉണ്ടല്ലോ, ആ നിലക്ക് അവരുടെ ബുദ്ധിയും ചിന്തയും ആ നിലക്ക് പ്രവർത്തിച്ചു പോയിട്ടില്ല. അതുകൊണ്ട് അവിടെ പറഞ്ഞത് വമാ യദ്ദക്കറു ഇല്ലാ ഉലുൽ അൽബാബ്, കാര്യങ്ങൾ ശരിക്കും ബോധ്യമായി ഉൾക്കൊള്ളണമെങ്കിൽ അവരുടെ ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തണം. അതുള്ളവർക്കേ ആ വഴിക്ക് എത്താൻ കഴിയുള്ളൂ. നമ്മൾ അത് ആ നിലക്ക് ചേർത്ത് വായിച്ചു നോക്കാം. അടുത്ത ആയത്തിലേക്ക് പോവാം. അത് പറഞ്ഞ ഹിക്മത്ത് തന്നെയാണ്. അത് പൊതുവിൽ ഇപ്പോൾ ഇൽമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ പ്രവാചകൻ പറഞ്ഞല്ലോ, റബ്ബി സിദ്ദിനി ഇൽമ് വർദ്ധിപ്പിക്കണേ, അതൊക്കെ ഹിക്മത്താണ്. എന്ന് പറഞ്ഞാൽ ഇനിയും കിട്ടിയിട്ടില്ലാത്ത കുറേ കാര്യങ്ങൾ പ്രവാചകർ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ചോദിക്കുന്നു. എന്ന പോലെ ഇബ്രാഹിം നബി ചോദിക്കുന്നുണ്ട്. ഇപ്പം ഇബ്രാഹിം നബി എങ്ങനെയാണ് പിന്നെ ഈ മരിച്ചുപോയ മനുഷ്യന്മാരെ വീണ്ടും സൃഷ്ടിക്കുന്നത്, പുനഃസൃഷ്ടി എങ്ങനെയാണെന്ന് ചോദിക്കുന്നുണ്ടല്ലോ. അപ്പോൾ അള്ളാഹ് ചോദിക്കുന്ന മറുപടി ചോദ്യം എന്താ? അല്ല ഇബ്രാഹിം, നിനക്ക് ഉറപ്പായില്ലേ, നീ വിശ്വസിക്കുന്നില്ലേ? അദ്ദേഹം പറഞ്ഞത് വിശ്വസിക്കുന്നുണ്ട്, എന്നാലും എൻ്റെ മനസ്സിനൊരു സമാധാനം കിട്ടാൻ എന്ന് പറഞ്ഞിട്ട് ആ ഒരു സംഗതി എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായുള്ള പ്രാർത്ഥനകളാണെന്ത്? എനിക്ക് ഹിക്മത്ത് നൽകണമേ, ഇൽമ് നൽകണമേ, അതുപോലെ വിജ്ഞാനം എന്നൊക്കെയുള്ള പ്രാർത്ഥനകൾ. ആ പ്രാർത്ഥനകൾ പ്രവാചകന്മാർ നിർവഹിച്ചു, സ്വഹാബികൾ നിർവഹിച്ചിട്ടുണ്ട്, നമുക്ക് നിർവഹിക്കാവുന്നതാണ്, നിർവഹിക്കേണ്ടതാണ്. അതോടൊപ്പം തന്നെ നമ്മൾ നിർവഹിക്കേണ്ട ഒരു കാര്യം എന്താ? ഉപകാരമില്ലാത്തൊരു ഇൽമും ഉണ്ടാവരുതേ എന്നതുകൂടി നമ്മുടെ പ്രാർത്ഥനയിൽ വേണ്ടതാണ്. ഒരു ഉപകാരമില്ലാത്തൊരു ഇൽമ് നമുക്ക് ആവശ്യമില്ല. അത് നമുക്ക് ഗുണത്തിലേറെ ദോഷം ചെയ്യുള്ളൂ. നാഫി അല്ലാത്ത ഇൽമ് വേണ്ടെന്നാണ്. എന്നാൽ പൊതുവിൽ മനുഷ്യ സമൂഹത്തിൻ്റെ വിഷയം എന്താ? അവർക്ക് ഒരാവശ്യമില്ലാത്ത ഒരുപാട് ഇൽമ അവരുടെ കയ്യിലുണ്ട്. ഒരാവശ്യമില്ലാത്ത, ആവശ്യമുള്ള പലതും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ ആലോചിക്കാവുന്നൊരു സംഗതിയാണ്. ഇദ്ദേഹം ഒരു അമേരിക്കൻ ശാസ്ത്രജ്ഞനാണ്. മിഷിയോ കാക്കു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു തന്നു. മിഷിയോ കാക്കു. കാക്കു എന്ന് പറയുമ്പോൾ മലയാളം നേർക്കണ്ട, അവരുടെ പേരാണ്. ഇദ്ദേഹത്തിൻ്റെ പ്രത്യേകത, അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഏരിയ ഫിസിക്സാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഏരിയ. ആ ഏരിയയിലാണ് അദ്ദേഹം ഗവേഷണം നടത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത്, ഇതുവരെയുള്ള ശാസ്ത്രലോകത്തിൻ്റെ പഠന ഗവേഷണങ്ങൾ
തെളിയിക്കുന്നത് ഈ മഹാപ്രപഞ്ചത്തിൻ്റെ പിന്നിൽ ഒരു ശക്തി ഉണ്ട് എന്നാണ്. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, ബിഗ് ബാങ് തിയറിയിലേക്ക് വരെ എത്തിച്ചിരിക്കുന്ന ആളുകൾ വരെ ദൈവനിഷേധികളായി മാറിയപ്പോൾ പ്രപഞ്ചത്തിൻ്റെ വികാസത്തെക്കുറിച്ച്, വിസ്തൃതിയെക്കുറിച്ച്, വിശാലതയെക്കുറിച്ച് ആധുനിക കാലഘട്ടത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു പരാശക്തിയുണ്ട്, ഒരു അദൃശ്യമായ ശക്തിയുണ്ട് എന്ന് പറയുന്നിടത്തേക്കും ശാസ്ത്രലോകത്ത് ആളുകളുണ്ടെന്നുള്ളതാണ്. ഇന്നും അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ട്. അപ്പോൾ ഇത് രണ്ടു പാട്ടും രണ്ടും ഒരേ നാട്ടിൽ അല്ലെങ്കിൽ ഒരേ കാലഘട്ടത്തിൽ ജീവിക്കുന്ന ആളുകളാണ് അതൊക്കെ. ഈ രണ്ട് പാർട്ടും ഇപ്പോഴും ഉണ്ട്. നിരീശ്വരവാദികളും നിർമ്മതവാദികളും ഒക്കെ ഉണ്ട്. അതും ബുദ്ധിയുള്ള, ആലോചനാശേഷിയുള്ള ചിന്തയുണ്ട് എന്ന് പറയപ്പെടുന്ന ആളുകൾ. അതുപോലെ തന്നെ അവർ തന്നെ യഥാർത്ഥ ദൈവവിശ്വാസികളും. ഇതൊക്കെ എന്താ അറിയോ, ഇപ്പം ഇദ്ദേഹം ഒരു കിതാബ് ഓതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ഖുറാനും ഹദീസൊന്നും പഠിച്ചിട്ടില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ ചിന്തയും ഗവേഷണവും തന്നെ നേർക്കുനേരെ പോയപ്പോൾ ഇതിൻ്റെ പിന്നിൽ ഒരു ശക്തിയുണ്ട് എന്നിടത്തേക്ക് എത്തുകയാണ്. ആ ശക്തിയെ കണ്ടെത്തുവാനും ആ ശക്തിയുടെ സന്ദേശം ഉൾക്കൊള്ളുവാനും കൂടി സാധിച്ചാലോ അദ്ദേഹത്തിന് ഇസ്ലാമിലേക്ക് വഴി തുറക്കും. അങ്ങനെയാണ് പലർക്കും വഴി തുറന്നത്. അപ്പം ഞാൻ സൂചിപ്പിച്ചത്, യഥാർത്ഥത്തിൽ നമ്മൾ ഈ സൃഷ്ടികളുമായി ബന്ധപ്പെട്ട പഠനം ആരംഭിക്കുന്നതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞിരുന്നു, മനുഷ്യൻ്റെ പ്രകൃതിയിൽ ഊട്ടിയുറപ്പിക്കപ്പെട്ടതാണ് ദൈവവിശ്വാസം. അത് മനുഷ്യപ്രകൃതിയിൽ വൈദാ അഖദ റബ്ബുക മിൻ ബനി ആദം എന്നുകൊണ്ട് ആ ഭാഗം പറഞ്ഞല്ലോ, ആദം സന്തതികളെ അവരുടെ മുതുകുകളിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യം, അലസ്തു ബി റബ്ബിക്കും. ആ ചോദ്യത്തിൻ്റെ പൊരുൾ ഏതൊരു മനുഷ്യനും, അയാൾക്ക് ഒരു വഹയും കിട്ടിയിട്ടില്ല, ഒരു പ്രവാചകന്റെ സാന്നിധ്യം ഉണ്ടായിട്ടില്ല, ഒരു പ്രബോധകനും കടന്നു വന്നിട്ടില്ല, ഒരു വേദഗ്രന്ഥവും കണ്ടിട്ടില്ല, അങ്ങനെയുള്ള മതപരമായിരിക്കുന്ന ഒരു വിഷയം അദ്ദേഹം കേട്ടിട്ടില്ല. എന്നാൽ പോലും ഏകദൈവ വിശ്വാസിയായി മാറാൻ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് അയാളുടെ പ്രകൃതിയിലുണ്ടെന്നുള്ളതാണ്. ആ പ്രകൃതിയെ ഉപയോഗപ്പെടുത്താൻ അയാൾ ശ്രമിക്കേണ്ടതൊക്കെ ബുദ്ധിചിന്തയുണ്ട്. ആ ബുദ്ധിചിന്ത അയാൾ പല കാര്യത്തിന് ഉപയോഗിക്കുന്നുണ്ട്. ഏത് കാട്ടിൽ ജീവിക്കുന്ന ആളാണെങ്കിലും അദ്ദേഹത്തിൻ്റെ ചിന്തയും ബുദ്ധിയും ഒക്കെ അദ്ദേഹത്തിന് ആവശ്യമുള്ള ചില കാര്യങ്ങളിലെങ്കിലും അദ്ദേഹം ഉപയോഗപ്പെടുന്നുണ്ട്. അത് ഇങ്ങനെ ഉപയോഗപ്പെടുത്തി പോയാൽ അയാൾക്ക് ദൈവവിശ്വാസത്തിലെത്താൻ കഴിയും. ബാക്കി കിട്ടാതെ പോയതിന് അദ്ദേഹം കുറ്റക്കാരനല്ല, അതുകൊണ്ട് പരലോകത്തിൽ ശിക്ഷിക്കപ്പെടുകയില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഇദ്ദേഹത്തെ പോലെയല്ല, പൊതുവിൽ അങ്ങനെ നമുക്ക് ആലോചിക്കാം. എന്നാൽ ഇങ്ങനെ ചിന്തിച്ച് ആലോചിച്ച് യഥാർത്ഥത്തിൽ ഇതിൻ്റെ പിന്നെ ശക്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ആള്, ആ ശക്തിയുടെ സന്ദേശമാണ് ഈ വേദഗ്രന്ഥം എന്നുകൂടി മനസ്സിലാക്കുകയാണെങ്കിലോ അയാൾക്ക് നമ്മളെക്കാൾ ശക്തമായി നല്ല മനസ്സമാധാനത്തോടു കൂടി വിശുദ്ധ ഖുർആൻ സ്വീകരിക്കാൻ കഴിയും, ഒരാശങ്കയില്ലാതെ. നമുക്ക് പലപ്പോഴും കുറച്ചവിടെ നിൽക്കട്ടെ എന്നൊരു തോന്നലില്ല, പല വിഷയത്തിലും ആ തോന്നലുണ്ടാവില്ല. കാരണം ശരിക്കാണ് ബോധ്യമാവും. നമുക്കത് ബോധ്യമാവാതെ പോകുന്നത് നമ്മൾ പണ്ടേതിൻ്റെ ആൾക്കാരായതുകൊണ്ടാണ്. തുടക്കം മുതലെങ്ങനെ, ഇപ്പോൾ ഞാൻ മുമ്പൊക്കെ സൂചിപ്പിച്ചിട്ടുണ്ട്, നമ്മളിപ്പോൾ ഇവിടുത്തെ പള്ളിയിലൊക്കെ നമ്മൾ നമസ്കരിക്കാൻ വരുമ്പോൾ കുട്ടികളൊക്കെ അങ്ങനെ ഓടിക്കളിച്ച് നമ്മൾ പിടിച്ചു വെക്കും, അല്ലേ? പിടിച്ചു വെക്കും. എന്നാൽ ഒരു നമസ്കാരത്തിന് 1,00,000 ഇരട്ടി പ്രതിഫലമുള്ള ഏരിയയാണ് അവിടെ പരിശുദ്ധ ഹറം. അവിടെ കുട്ടികളെ പന്തട്ടി കളിക്കാനാണ്, മനസ്സിലായില്ലേ? ചെറിയ ബോളൊക്കെ എടുത്ത് കളിക്കുന്നതാണ് അവിടെ ഹറമിൻ്റെ മുകളിലും താഴെയും ഗ്രൗണ്ടിലൊക്കെ. അതെന്താ കാരണം? അവരങ്ങനെ തന്നെ പോകുന്ന, അവർക്കതിൻ്റെ മഹത്വവും അതിൻ്റെ പവിത്രതയും അല്ലെങ്കിൽ അങ്ങനെ ഉണ്ടല്ലോ ഒരു ഭവ്യത, അത് അവരുടെ മനസ്സിൽ വന്നിട്ടില്ല. അവർ ജനിച്ചു പോകണം അങ്ങോട്ടാണ്. എന്ന പോലെ നമ്മൾ ഈ വിശുദ്ധ ഖുർആൻ ഇങ്ങനെ ജനിച്ചത് മുതൽ തന്നെ കേൾക്കാനും കാണാനും വായിക്കാനും തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്കിതിൻ്റെ ആ ഗൗരവം, അതിൻ്റെ പ്രാധാന്യം ഒരു പക്ഷേ അത്ര ഉൾക്കൊള്ളാൻ കഴിയുന്നുണ്ടായിരിക്കില്ല ആഴത്തിലേക്ക് ഇറങ്ങാതെ. പക്ഷെ പുറമേ നിന്ന് വരുന്ന ഒരാൾ ഈ രൂപത്തിൽ ചിന്തിച്ച് ആലോചിച്ച് യഥാർത്ഥത്തിൽ പടച്ചറബിനെ മനസ്സിലാക്കി കണ്ടെത്തിയിട്ട് എന്നിട്ട് അവൻ നൽകിയിരിക്കുന്ന സന്ദേശം തെരഞ്ഞെടുത്തിയാൽ അയാൾക്ക് വളരെ വലിയ മനസ്സമാധാനത്തോടെ, ഭയങ്കര താല്പര്യത്തോടെ ഖുർആനെ പൂർണ്ണമായി സ്വീകരിക്കാൻ കഴിയും, ഒരാശങ്കയുമില്ലാതെ. അതാണ് സൂചിപ്പിച്ചത്. അങ്ങനെ വന്ന ധാരാളം ആളുകൾ ലോകത്ത് മുൻകാലങ്ങളിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്, ഇപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. ഒരുപക്ഷെ ഇങ്ങനെയുള്ള ആളുകൾ ഇനിയും കടന്നു വന്നേക്കാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞത്. അടുത്ത ആയത്തിലേക്ക് പോകാം. സൂറത്ത് ആൽ ഇംറാൻ. നമുക്ക് സുപരിതമായിരിക്കുന്ന ആയത്തുകളാണ് 190, 192. إن في خلق السماوات والأرض واختلاف الليل والنهار لآيات لأولي الألباب. തീർച്ചയായും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയിലും രാപ്പകലുകൾ മാറി മാറി വരുന്നതിലും സൽബുദ്ധിയുള്ളവർക്ക് പല ദൃഷ്ടാന്തങ്ങളുമുണ്ട്.
ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, തീർച്ചയായും ആകാശങ്ങളുടെ ഭൂമിയുടെ സൃഷ്ടിപ്പിലുണ്ട്. വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, ഇഖ്തിലാഫ് എന്ന് പറഞ്ഞാൽ മാറ്റം, വ്യത്യാസം എന്നൊക്കെ പറയാം, ഭിന്നത എന്നൊക്കെ പറയാം. അപ്പോൾ രാവും പകലും മാറി മാറി വരുന്നതിൽ, വഖ്തിലാഫിൽ ലൈലി വന്നഹാർ, രാവും പകലും മാറി മാറി വ്യത്യാസപ്പെട്ട് വരുന്നതിലും ഉണ്ട്. ല ആയാത്തിൻ, തീർച്ചയായും ദൃഷ്ടാന്തങ്ങൾ, ആയാത്ത്. അപ്പോൾ ആയാത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ തന്നെയുണ്ട്. ആർക്കാണ്? ലി ഉലിൽ അൽബാബ്, സൽബുദ്ധിയുള്ള അല്ലെങ്കിൽ ചിന്താശീലമുള്ള ആളുകൾക്ക്. എല്ലാവർക്കും എന്ന് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊക്കെ നേരം വെളുക്കുന്നുണ്ട്, എല്ലാ ദിവസവും വൈകുന്നേരം ആവുന്നുണ്ട്, രാത്രി ആവുന്നുണ്ട്, വീണ്ടും നേരം വെളുക്കുന്നുണ്ട്. ഇന്ന് നേരം വെളുത്തു, ഇന്നലെ ഒന്നും പുതുമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ, ഒന്നും സംഭവിച്ചിട്ടില്ലല്ലോ, ഇല്ല. പക്ഷെ ചിന്തിക്കുന്ന മനുഷ്യന്മാരാകുമ്പോൾ ഓരോ പ്രഭാതവും അവൻ്റെ ജീവിതത്തിൽ പരിവർത്തനം ഉണ്ടാക്കും. അവർക്കൊരുപാട് പാഠങ്ങൾ കിട്ടും. അവരിങ്ങനെ വീണ്ടും വീണ്ടും നോക്കിക്കൊണ്ടിരിക്കും, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. നമ്മൾ അങ്ങനെ നോക്കാറില്ലല്ലോ. നമ്മുടെ ഒരു സൗന്ദര്യം ആസ്വദിക്കാൻ ഒരു പക്ഷേ പ്രകൃതിയെ നോക്കിയേക്കാം, അസ്തമയൊക്കെ കാണാൻ വേണ്ടി ആൾക്കാർ സൺസെറ്റൊക്കെ കാണാൻ വേണ്ടി പോയിരിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ ആ ഒരു സൗന്ദര്യ ആസ്വാദനത്തിനപ്പുറത്തേക്ക് പലപ്പോഴും കടന്നു പോകാറില്ല. എന്നാൽ ശരിയായ ബുദ്ധിയും ചിന്തയും ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ ഇതിൻ്റെ പിന്നിലൊക്കെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താൻ കഴിയും. ഖുർആൻ ചോദിക്കുന്നത് നമ്മൾ അടുത്ത പഠിക്കാനുള്ള ആയത്തിൽ, ഇവിടെ ലോകാവസാനം വരെ പകല് മാത്രമായിരുന്നുവെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? അതുപോലെ ലോകം അവസാനിക്കുന്നവരെ രാത്രി മാത്രമായിരുന്നുവെങ്കിൽ നിങ്ങളെന്ത് ചെയ്യും? അവിടെയൊക്കെ ഖുർആൻ ചില ചോദ്യങ്ങളും ചില ഉത്തരങ്ങളും എടുത്തു വെക്കുന്നുണ്ട്. അപ്പോൾ അതൊന്നും അല്ലാതെ നമുക്ക് മനുഷ്യർക്ക് അവരുടെ അന്നം തേടുവാനും ജീവിക്കുവാനും ആസ്വദിക്കുവാനും അനുഭവിക്കുവാനും ഒക്കെ സാധ്യമാകുന്ന വിധത്തിൽ, മടുപ്പ് വരുന്ന മുമ്പേ മാറിക്കളയുന്ന വിധത്തിൽ രാവിനെയും പകലിനെയും കൊണ്ടുവന്നു. ഇപ്പോൾ പകലിങ്ങനെ നീണ്ടങ്ങ് പോയാൽ നമുക്ക് മടുക്കൂലേ? എന്താ വൈകുന്നേരം ആവത്ത് അങ്ങനെ തോന്നും. എന്നപോലെ തന്നെ രാത്രിയും വല്ലാതെ നീണ്ടുപോയാൽ എന്താ നേരം വെളുക്കാത്തത് തോന്നും. അത് തോന്നാതെ പോകുന്നതുകൊണ്ടാ ഈ 24 മണിക്കൂറിൽ ഒതുങ്ങിയോണ്ടാ. ഇത് 34 മണിക്കൂറായാൽ തന്നെ നമുക്ക് മടുക്കും. അത് 50, 100, 200 മണിക്കൂറുകളൊക്കെ ആയിരുന്നുവെങ്കിൽ നമ്മളെ കാര്യം മഹാപോക്കാ. എങ്കിൽ അള്ള ചോദിക്കുന്ന ചോദ്യത, ഇതങ്ങനെ നീട്ടിവിട്ടങ്ങൾ എന്ത് ചെയ്യും? ഇതിൽ ഇങ്ങനെ രാവും പകലും മാറി വരുമ്പോൾ അത് കാണാനും അറിയാനും മനസ്സിലാക്കാനും ചിന്തിക്കാനും അനുഭവിക്കുവാനും ഒക്കെ നമുക്ക് സാധിക്കുമെങ്കിലും അതിലെവിടെയെങ്കിലും നമുക്ക് വല്ലതും നിർവഹിക്കാൻ കഴിയുമോ? രാവിനെ പകലാക്കുന്നതിലും പകലിനെ രാവിലാക്കുന്നതിലൊക്കെ ഇബ്രാഹിം നബി ചോദിച്ച ചോദ്യം അതാണ്. നമ്രൂദിന്റെ മുമ്പിൽ ഇബ്രാഹിം നബി അള്ളാഹിനെ പരിചയപ്പെടുത്തിയപ്പോൾ നമ്രൂദ് ചോദിച്ചു, ആരാ നിന്റെ അള്ളാഹ്? ഇപ്പം റബ്ബുല്ലദീ യുഹ്യി വയുമീത് അല്ലേ, അവനാണ് ജീവിപ്പിക്കുകയും മരിപ്പിക്കുകയും ചെയ്യുന്നവൻ. അപ്പം നമ്രൂദ് എന്ത് പറഞ്ഞു? അന ഉഹ്യി വയുമീത്, അത് ഞാനും ചെയ്യും. എനിക്കും ജീവിപ്പിക്കാൻ കഴിയും, എനിക്കും മരിപ്പിക്കാൻ കഴിയും. അതെങ്ങനെ നടപ്പിലാക്കിയത്? രണ്ടാളെ പിടിച്ചു കൊടുത്തിട്ട് ഒരാളെ കൊന്നു, ഒരാളെ വെറുതെ വിട്ടു. ഇത് കുട്ടികളെ കളിയാണതേ. ഒരാളെ കൊന്നു, ഒരാളെ വെറുതെ വിട്ടു. അപ്പോൾ ഞാൻ ജീവിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്, മരിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിന് തർക്കിച്ചിട്ട് കാര്യമില്ല. അതൊരു കുരുട്ടുബുദ്ധിയാണ്. ആ കുരുട്ടുബുദ്ധിക്ക് തർക്കിച്ചിട്ട് യാതൊരു കാര്യമില്ല. അതുകൊണ്ട് ഇബ്രാഹിം നബി എന്ത് ചെയ്തു? ആ പ്ലേറ്റ് ഒന്ന് മാറ്റി. ശരിയായിക്കോട്ടെ, നിനക്ക് ജീവിപ്പിക്കാനും കഴിയും മരിപ്പിക്കാനും കഴിയും, ഒക്കെ മനസ്സിലായി എനിക്ക്. പക്ഷേ എൻ്റെ റബ്ബ് കിഴക്ക് നിന്ന് സൂര്യനെ കൊണ്ടുവരുന്നു. നീ ആണ് റബ്ബ് എങ്കിൽ, നീയാണ് രക്ഷാകർത്താവ് എങ്കിൽ ആ സൂര്യനെ പടിഞ്ഞാറന്ന് കൊണ്ടുപോകാൻ. അവിടെ കുട്ടികൾ പറ്റൂല, പകരം വെക്കാനൊന്നുമില്ല. എന്തെങ്കിലും ഒരു കോമഡി പറഞ്ഞിട്ട് രക്ഷപ്പെടാൻ കഴിയില്ല. അതുകൊണ്ടാണ് ഫബുഹിത്തല്ലദീ കഫർ എന്ന് ഖുർആൻ പ്രയോഗിച്ചത്. മോങ്കൊത്തി കൊണ്ടുപോയി. അപ്പോൾ അതാണ് വിഷയം. നമ്മൾ ഇതിനെ ഓരോന്നും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനുണ്ടായിരുന്നില്ല. ഒരു മനുഷ്യനും ഈ പ്രകൃതിയിൽ പ്രത്യേകിച്ച് ഒന്നും ഇടപെടാനുണ്ടായിരുന്നില്ല. രാവ് വരുന്നതിലോ പകൽ വരുന്നതിലോ നമുക്കൊന്നും ചെയ്യാനില്ല. കാരണം നമ്മളൊക്കെ വരുന്ന മുമ്പേ ഈ പ്രക്രിയ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മനുഷ്യൻ ഉണ്ടാകുന്നത് തന്നെ ഭൂമി ഉണ്ടായി, അതതിൻ്റെ ഡ്യൂട്ടി തുടങ്ങിയ ശേഷമാണ്. അതിനുശേഷം മാത്രമാണ് മനുഷ്യൻ ഭൂമിയിൽ ഉണ്ടായത്. മനുഷ്യൻ വരുമ്പോൾ മനുഷ്യന് ആവശ്യമായതൊക്കെ ഭൂമിയിൽ റെഡിയാണ്. ഒന്നും പുതിയത് അവൻ വരുമ്പോൾ ഒന്നും കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല. ഇപ്പോൾ സ്വർഗത്തിനാണ് നമ്മൾ ഇങ്ങോട്ട് വന്നതല്ലേ, അങ്ങനെ ഖുർആൻ പറഞ്ഞത്. എന്നാൽ സ്വർഗത്തിൽ നിന്ന് ഒന്നും കൊണ്ട് കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല.
ഒരു സാധനം അങ്ങോട്ട് കൊണ്ടുവരേണ്ടി വന്നിട്ടില്ല, ഒക്കെ അവിടെ റെഡിയാണ്. ആ റെഡിയാക്കി വച്ച ശേഷമാണ് നമ്മൾ അതിലേക്ക് ഇങ്ങനെ കൊടുന്നിങ്ങോട്ട് ലാൻഡ് ചെയ്ത്. അവിടെ നമ്മൾ വന്നപ്പോൾ നമ്മൾ ഭൂമിയെ കണ്ടു, അതിൽ പകലിനെ കണ്ടു, അതിൽ രാത്രിയെ കണ്ടു, അതിൻ്റെ മാറി മാറിയുള്ള വ്യതിചലനങ്ങൾ കണ്ടു, അവക്കിടയിലുള്ള സമയ വ്യത്യാസങ്ങൾ കണ്ടു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇതൊക്കെ നമ്മൾ കാണുകയും അറിയുകയും അനുഭവിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതിൻ്റെ കൂടെ നമുക്ക് മാത്രമുള്ള ബുദ്ധിയും ചിന്തയും ഒന്ന് ചേർത്ത് വെച്ചു കൊടുത്താൽ ഒരുപാട് കാര്യങ്ങൾ ആലോചിക്കുവാനും ചിന്തിക്കുവാനും അങ്ങനെ കണ്ടെത്തുവാനും കഴിയും. അതാണ് ആയാത്തിൽ ഉലിൽ അൽബാബ്. ഇനി പറയുന്നത് ആ ദൃഷ്ടാന്തങ്ങൾ യഥാർത്ഥത്തിൽ ആർക്കാണ് ഉപകരിക്കുക? ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്തുക മാത്രമല്ല, ആർക്കാണ് ശരിക്കും ഉപകരിക്കുക? അതുകൊണ്ട് കിട്ടുന്ന ഉപകാരം എന്താണ്? അയാൾ എവിടേക്കാണ് എത്തുക? അത് അടുത്ത ആയത്തിലൂടെ ഒന്നുകൂടി വ്യക്തമാക്കുന്നത് നോക്കാം. الذين يذكرون الله قياما وقعودا وعلى جنوبهم ويتفكرون في خلق السماوات والأرض ربنا ما خلقت هذا باطلا سبحانك فقنا عذاب النار. നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവെ ഓർമ്മിക്കുകയും ആകാശങ്ങളുടെയും ഭൂമിയുടെയും സൃഷ്ടിയെപ്പറ്റി ചിന്തിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്നവരത്രേ അവർ പറയും, ഞങ്ങളുടെ രക്ഷിതാവേ, നീ നിരർത്ഥകമായി സൃഷ്ടിച്ചതല്ല ഇത്, നീ എത്രയോ പരിശുദ്ധൻ, അതിനാൽ നരകശിക്ഷയിൽ നിന്ന് ഞങ്ങളെ കാത്തുരക്ഷിക്കണേ. അപ്പൊ ഉലുൽ അൽബാബ് എന്നതിൻ്റെ വിശദീകരണമാണ് പിന്നെ പറയുന്നത്. അവരാരാണ്? അല്ലദീന യദ്കുറൂന അല്ലാഹ, അവർ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കുന്നു, സ്മരിച്ചുകൊണ്ടിരിക്കുന്നു. ഖിയാമൻ, നിൽക്കുന്നവരായിട്ട്, അതുപോലെ തന്നെ ഖുഊദൻ, ഇരിക്കുന്നവരായിട്ട്, ഖുഊദ്. വ അലാ ജുനൂബിഹിം, ജൻബ് ജുനൂബ് എന്ന് പറഞ്ഞാൽ പാർശ്വഭാഗം എന്നതിൻ്റെ നേരർത്ഥം, ഉദ്ദേശം കിടക്കുന്നവരായിട്ട്. അല ജുനൂബിഹിം, അപ്പോൾ നിന്നുകൊണ്ടും ഇരുന്നുകൊണ്ടും കിടന്നുകൊണ്ടും അള്ളാഹുവെ ഓർമ്മിക്കുന്നു. അങ്ങനെ ഓർമ്മിക്കുന്നവരാണ് ഈ പറഞ്ഞ ഉലുൽ അൽബാബ്. അപ്പൊ ശരിയായ അർത്ഥത്തിൽ അവർ എത്തുകയാണ്. സൽബുദ്ധിയുള്ള ആളുകളാണെങ്കിൽ അവർ ഇരിക്കുകയാണെങ്കിലും കിടക്കുകയാണെങ്കിലും നിൽക്കുകയാണെങ്കിലും ഒക്കെ അള്ളാഹുവിനെ ഓർത്തുകൊണ്ടിരിക്കും. ഓരോ നിമിഷങ്ങളും, ഓരോ സന്ദർഭങ്ങളും, ഓരോ സാഹചര്യങ്ങളും. അതിന് പ്രത്യേക സമയം കാലമൊന്നുമില്ല. ഏതു സമയത്തും അവർക്ക് അള്ളാഹുവിനെ കുറിച്ചുള്ള കൃത്യമായ ഓർമ്മയും ബോധവും ഉണ്ടാവും. എന്ന് പറഞ്ഞാൽ മനുഷ്യ ജീവിതത്തിൻ്റെ നിഖില മേഖലകളിലും പടച്ചറബിനെ കുറിച്ചുള്ള ഓർമ്മയും പ്രതീക്ഷയും അതവന് വഴി കാണിക്കും. അപ്പോൾ നേരെ ചൊവ്വേ പോവും. അങ്ങനെ പോകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ യതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, യതഫക്കറൂന, അവൻ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവിടെ തഫ്കീർ അല്ലെങ്കിൽ ഫിക്ർ എന്ന് പറയുമ്പോൾ കേവലം ചിന്തയല്ല. ഈ ഫിക്ർ എന്നത് പലപ്പോഴും നമ്മൾ അതിനെ ആ പദം മാത്രം ഒന്ന് ഉപയോഗിച്ച് നോക്കൊണ്ടു. നമ്മൾ ചില ആൾക്കാരെ കുറിച്ച് അവനിപ്പോൾ ഒരു ഫിക്റിലാണെന്ന് പറയും. ആ ഫിക്റിനൊരു പ്രത്യേകത അല്ല. ഫിക്ർ നമ്മളതിനെ ഈ ഒരു മെൻ്റൽ ഡിസീസൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്താൻ പലപ്പോഴും പറയില്ലേ, ഓനൊരു ഫിക്റിലാന്ന് പറഞ്ഞാൽ അതിന് വേറെ അങ്ങനെ ഒരു അർത്ഥം നമ്മൾ കാണുന്നുണ്ട് അല്ലേ. എന്ന് പറഞ്ഞാൽ ഒരു വൈകാരികമായിരിക്കുന്ന ചിന്ത, ആലോചന, അതിനാണ് സാധാരണ ഫിക്ർ ഉപയോഗിക്കുക. അപ്പം ഇവിടെ മനുഷ്യൻ്റെ ഓരോ നിമിഷങ്ങളിലും അവന് കിടക്കുകയാവട്ടെ, ഇരിക്കുകയാവട്ടെ, നിൽക്കുകയാവട്ടെ, ഏതവസ്ഥയിലും പടച്ച റബ്ബിനെ അവൻ ഓർത്തുകൊണ്ടിരിക്കുന്നുവെങ്കിൽ അവനുമായി ഒരു വൈകാരികമായിരിക്കുന്ന ബന്ധമുണ്ടാകും. ആ വൈകാരികമായ ബന്ധത്തിന് സഹായമാകുന്ന ചിന്തയാണെന്ത്? അവൻ സൃഷ്ടിച്ചിരിക്കുന്ന ആകാശങ്ങളെയും ഭൂമിയെയും കുറിച്ചുള്ള ചിന്ത. വയതഫക്കറൂന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്. ശരിക്കും പറഞ്ഞാൽ പടച്ച റബ്ബുമായുള്ള ആ ഒരു വൈകാരിക ബന്ധം നിലനിർത്തിപ്പോകാൻ, തുടർന്നു പോകാൻ അവൻ്റെ സൃഷ്ടികളായിരിക്കുന്ന ആകാശഭൂമികളെക്കുറിച്ചുള്ള ചിന്തയും ആലോചനയും നമ്മെ സഹായിച്ചു കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഓരോ നിമിഷവും അങ്ങനെയാണ്. അങ്ങനെ വരുമ്പോഴോ ആ വൈകാരികതയിൽ നിന്ന് ഉണ്ടാകുന്നൊരു പ്രതീക്ഷയുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്, ഒരു തേട്ടമുണ്ട്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവേ. ചിന്തിക്കുന്നവൻ്റെ, ആലോചിക്കുന്നവൻ്റെ പ്രാർത്ഥനയാണത്. അത് വെറുതെ പറഞ്ഞു പോകാൻ പറ്റുന്നൊരു പ്രാർത്ഥന അല്ല എന്നർത്ഥം. ഒരുപാട് പ്രാർത്ഥന കൊണ്ട് റബ്ബന ആതിനാ ഫിദ്ദുനിയ അങ്ങനെ പോകുന്നുണ്ടല്ലോ.
അങ്ങനെ പറഞ്ഞു പോകാവുന്നൊരു പ്രാർത്ഥനയല്ല. ഇതെന്താ? ശരിക്ക് ചിന്തിച്ച് ആലോചിച്ച് കണ്ടെത്തി ബോധ്യപ്പെട്ട് മനുഷ്യൻ്റെ മനസ്സും വിചാരങ്ങളും പൂർണ്ണമായി ഏറ്റെടുത്തിരിക്കുന്ന ഒരു പ്രതീക്ഷ. ആ പ്രതീക്ഷയിലാണ് ഈ പ്രാർത്ഥന പറയുന്നത്. റബ്ബന, ഞങ്ങളുടെ രക്ഷിതാവ്, ഞങ്ങളുടെ നാഥ, മാ ഖലഖത ഹാദാ ബാത്തില, മാ ഖലഖത ഹാദാ, നീ ഇത് സൃഷ്ടിച്ചിട്ടില്ല, ബാത്തില, നിരർത്ഥകമായിട്ടല്ല, വെറുതെ അല്ല നീ ഇതൊന്നും സൃഷ്ടിച്ചിട്ടുള്ളത്. എല്ലാത്തിൻ്റെയും പിന്നിൽ കൃത്യമായ ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം ഞാനുകൂടി മനസ്സിലാക്കുന്നു. അതുകൊണ്ട് എൻ്റെ പ്രാർത്ഥന എന്താണ്? ഫഖിനാ അദാബന്നാർ. വഖാ യഖി എന്ന് പറഞ്ഞാൽ രക്ഷപ്പെടുത്തി, വഖാ യഖി രക്ഷപ്പെടുത്തി, കാത്ത് രക്ഷിച്ചു എന്നൊക്കെ അർത്ഥം. ഫഖിനാ, അവിടെ 3 പദങ്ങളുണ്ട് കേട്ടോ. ഒന്ന് ഫ ആണ്, ഒന്ന് ഖി എന്നാണ്, ഒന്ന് ന എന്നാണ്. 3 പദമാണ്. വഖാ യഖി എന്ന് പറഞ്ഞാൽ കാത്തു രക്ഷിച്ചു. ഖി എന്ന് പറഞ്ഞാൽ നീ രക്ഷിക്കുക എന്നാണ് എൻ്റെ അർത്ഥം. ഒറ്റ പദേ ഉള്ളൂ, അർത്ഥം അതാണ്, നീ രക്ഷിക്കുക. ഫ അതിനാൽ, അല്ലെങ്കിൽ അങ്ങനെ, അപ്പോൾ, നാ ഞങ്ങളെ, 3 പദങ്ങൾ. ഫഖിന അതിനാൽ ഞങ്ങളെ നീ കാത്തു രക്ഷിക്കണമേ. എവിടുന്ന്? അദാബന്നാർ, നരകശിക്ഷയിൽ നിന്ന്. അവിടെ ഒരുപാട് കാര്യങ്ങളുണ്ട്. എന്താ? ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ആകാശങ്ങളെക്കുറിച്ച് നമ്മൾ പഠിച്ചു നോക്കുമ്പോൾ അതിൽ കാണുന്ന എത്രയോ ഗോളങ്ങൾ, നക്ഷത്രങ്ങൾ, അതൊക്കെ കത്തിച്ചൊലിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ചൂട്, അതിൻ്റെ ആ ചൂടിൻ്റെ വ്യാപ്തിയൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ അപ്പറയുന്ന എല്ലാ ചൂടുകളെയും കവച്ചു വെക്കുന്ന ചൂടാണ് പടച്ചറബ് പരലോകത്തിൽ ഒരുക്കി വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവയെക്കുറിച്ചുള്ളൊക്കെ പഠനങ്ങൾ, ഗവേഷണങ്ങൾ പടച്ചറബുമായി നമ്മളെ ബന്ധപ്പെടുത്തി വരുമ്പോൾ ഏറ്റവും ഭയാനകമായ ചൂട് ഏതാണോ, ശിക്ഷ ഏതാണോ, അതിൽ നിന്ന് രക്ഷ തേടുക എന്നുള്ളത് സ്വാഭാവികമാണ്. ആ രക്ഷ തേടുന്നതിലേക്ക് ബുദ്ധിയുള്ള മനുഷ്യനെത്തും. ഞാൻ അന്ന് പറഞ്ഞിരുന്നു, ഭൂമിയിൽ അള്ളാഹു പല ശിക്ഷകളും പറഞ്ഞപ്പോൾ അവിടെയൊന്നും തീ കൊണ്ടുള്ള ശിക്ഷ പഠിപ്പിച്ചില്ല. ഇവിടുത്തെ പ്രതിക്രിയകളിൽ എവിടെയും തീ കൊണ്ട് ശിക്ഷിക്കാൻ പറ്റില്ല. ഒന്ന്. രണ്ടാമത്തത്, കളവ് നടന്നവന് ശിക്ഷയുണ്ട്, വ്യഭിചരിക്കുന്നതിന് ശിക്ഷയുണ്ട്, അതുപോലെ കൊലപാതകക്ക് ശിക്ഷ ഉണ്ടല്ലേ. പക്ഷെ ഷിർക്ക് ചെയ്യുന്നവനോ ഒരു ശിക്ഷയില്ല. അവിടെ ഷിർക്കാണ് ഏറ്റവും വലിയ അക്രമം. ഇന്ന ശിർക്കൽ ദുൽമുൻ അലീം, ഏറ്റവും വലിയ അക്രമം ഷിർക്കാണ്. അവന് ദുനിയാവിൽ ഒരു ശിക്ഷയില്ല. വിശുദ്ധ ഖുർആനിൽ ഒരൊറ്റ വാക്യത്തിൽ പോലും ഇന്നാൾ ഷിർക്ക് ചെയ്താൽ ഇന്ന ശിക്ഷ കൊടുക്കണം. ഏതുപോലെ? അസ്സാരിക്കു വസ്സാരിക്കത്തു ഫഖ്തഉ ഐദിയഹുമാ, മോഷ്ടിക്കുന്ന ആണും പെണ്ണും രണ്ടുപേർക്കും എന്ത് ചെയ്യണം? അവരുടെ കൈ മുറിക്കണം എന്ന് പറഞ്ഞതുപോലെ. വ്യഭിചരിക്കുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും അവരെ 100 അടി അടിക്കണം എന്ന് പറഞ്ഞ പോലെ അൽ മുശ്രിക്കു വൽ മുശ്രിക്കത്തു, ശിർക്ക് ചെയ്യുന്ന ആണും പെണ്ണും അവന് ഇന്ന ശിക്ഷ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട് പറഞ്ഞില്ല? അതിൻ്റെ പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ അന്ന് പറഞ്ഞത്, ഒരു മനുഷ്യൻ ശിർക്ക് ചെയ്താൽ അതുകൊണ്ടുള്ള ദോഷം അയാൾക്ക് മാത്രം, മറ്റൊരാളെ അത് ബാധിക്കുന്നില്ല. വ്യഭിചരിച്ചാൽ മറ്റൊരാളെ ബാധിക്കുന്നുണ്ട്, കളവ് നടത്തിയാൽ മറ്റൊരാളെ ബാധിക്കുന്നുണ്ട്, കൊലപാതകം നടത്തിയാൽ മറ്റൊരാളെ ബാധിക്കുന്നുണ്ട്, അവിഹിതമായി സമ്പാദിച്ചാൽ മറ്റൊരാളെ ബാധിക്കുന്നുണ്ട്. അതിനൊക്കെ ശിക്ഷ ഇവിടെ കൊടുക്കും, പരലോകത്ത് വേറെ കിട്ടുകയും ചെയ്യും. എന്നാൽ ഷിർക്ക് ഏറ്റവും മഹത്തായ മഹാപാപമാണെങ്കിലും അതുകൊണ്ട് ഇവിടെ ആർക്കും ഒരു ബുദ്ധിമുട്ടില്ല. അള്ളാഹ് എന്ത് ചെയ്തു? ഒക്കെ അങ്ങോട്ട് നീട്ടിച്ചു, അവിടെ നേരെ അറിഞ്ഞു. അതാണ് അതിൻ്റെ ഒരു പാർട്ട്. രണ്ടാമത്തത്, ആ പരലോകത്ത് ലഭിക്കുന്ന ശിക്ഷയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നരകശിക്ഷയാണ്, അഥവാ തീയാണ്. ഞാൻ മുമ്പൊക്കെ സൂചിപ്പിച്ചിരുന്നു, ദുനിയാവിലാണെങ്കിലും ഒരു മനുഷ്യൻ തീ പിടിച്ചാൽ കത്തിക്കരിഞ്ഞ് ഏറ്റവും അവസാനത്തെ ശ്വാസത്തിലേക്ക് എത്തുമ്പോഴും അയാൾ കോൺഷ്യസ് ആയിരിക്കും, ബോധമുണ്ടാവും. ബോധം നഷ്ടപ്പെടാതെ ആ തീ കൊണ്ട് ഉണ്ടാവുന്ന എല്ലാ ദുരിതങ്ങളും പൂർണ്ണമായി ആ മനുഷ്യനെ അനുഭവിക്കുന്നതാണ്. വേറെ ഒരു ശിക്ഷക്കും അങ്ങനെ കഴിയില്ല. അടിയാൻ പറഞ്ഞല്ലോ, 100 അടി അടിക്കാൻ തീരുമാനിച്ചാലും 10 എണ്ണം കിട്ടിയ ആൾ ബോധം വിട്ടു പോകും. ബാക്കിയുള്ളത് അയാൾ അറിയുന്നില്ല. ശരീരത്തിൽ കിട്ടുന്നുണ്ടാവും, പക്ഷെ അയാൾ അറിയുന്നില്ല. അങ്ങനെ പല ശിക്ഷകളും അങ്ങനെയാണ്. ദുനിയാവിൽ അള്ളാഹ് തന്നെ നിശ്ചയിച്ചിരിക്കുന്ന പല ശിക്ഷകളും പൂർണ്ണമായി അറിഞ്ഞ് അനുഭവിക്കാൻ മനുഷ്യന് കഴിയില്ല. പക്ഷെ തീ കൊണ്ടാണെങ്കിൽ
അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിലും ഭാവത്തിലും തന്നെ അറിഞ്ഞ് മനസ്സിലാക്കും, ഉൾക്കൊള്ളും. അത് അവൻ അനുഭവിച്ചേ മതിയാവും, രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം മനസ്സൊരിക്കലും പോകില്ല, ബോധം കെട്ടു പോകുന്നില്ല. ഇപ്പം നമുക്കറിയാലോ, ഈ പിന്നെ തീപിടുത്തത്തിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഇതിലൊക്കെ പെട്ടിട്ട് അവസാന നിമിഷം ആശുപത്രിയിലെത്തിയാൽ മരിച്ചിട്ടില്ലെങ്കിൽ ആ സമയത്ത് പോലീസുകാർക്ക് മൊഴിയെടുക്കാൻ പറ്റും. 95% കത്തിപ്പോയിട്ടുണ്ട്, ബാക്കിയുള്ളൂ. എന്നാലും അയാൾക്ക് പറ്റുമെങ്കിൽ സംസാരിക്കും, ബോധം ഉണ്ടാവും. അതാണ് അവസ്ഥ. അതാണ് പരലോകത്ത് ലഭിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഈ ലഭിക്കുന്ന തീയിൻ്റെ ചൂട് അനുഭവിച്ചു കൊണ്ടേയിരിക്കണം. കുറച്ചു നേരം കത്തി ആൾ ബോധം കെട്ട് പോകുകയാണെങ്കിൽ പിന്നെ അർത്ഥമില്ലല്ലോ. നമ്മൾ പലപ്പോഴും മനസ്സിലാക്കിയത് സുമ്മ ലാ യമൂതു ഫിഹാ വലാ യഹ്യ, അവിടെ പിന്നെ മരിക്കുന്നില്ല. മരിക്കുന്നുണ്ടെങ്കിൽ സുഖമായിരുന്നു, മരിക്കുന്നില്ല. എന്നാൽ ജീവിക്കുന്നുണ്ടോ? ജീവിക്കുന്നില്ല. ഓരോ തൊലികൾ ഇങ്ങനെ നഷ്ടപ്പെട്ടു പോകുമ്പോൾ അടുത്ത തൊലി. ആ തൊലിനെ കുറിച്ച് പറയാൻ കാരണം ഉണ്ടല്ലോ. എന്താ? നമ്മുടെ ശരീരത്തിലെ ഏറ്റവും വേദനയുള്ള ഏരിയ ഏതാ? തൊലിയാണ്. ഏറ്റവും വേദനിപ്പിക്കുന്ന തൊലിയായിരിക്കും. സംഗതി വളരെ നിസ്സാരമാണ് അല്ലേ? വളരെ നിസ്സാരമാണ്. പക്ഷെ ആ തൊലിപ്പുറത്തുള്ള വേദന അത് കഠിനമായ വേദനയാണ്. അകത്തേക്ക് ഇറങ്ങിയാൽ ഇല്ലാത്ത വേദന പുറത്തുണ്ട്. അതുകൊണ്ട് ആ തൊലിയെ കരിക്കാൻ, അതിനെ വേദനിപ്പിക്കുവാനും ഏറ്റവും നല്ല മുതലെന്താ? തീ തന്നെയാണ്. ആ തീ കൊണ്ട് ഓരോ തൊലി എങ്ങനെ കരിച്ചിങ്ങനെ വിടുമ്പോൾ അടുത്ത തൊലി എങ്ങനെ നൽകിക്കൊണ്ടിരിക്കും. അതാണ് പരലോകത്തിലെ ശിക്ഷ. അപ്പോൾ ഞാൻ സൂചിപ്പിച്ചത്, ഇവിടെയുള്ള ഈ തീ ഗോളങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കുമ്പോൾ വരാനിരിക്കുന്ന കത്തിച്ചൊലിക്കുന്ന തീയിനെക്കുറിച്ചുള്ള കൃത്യമായ ബോധം ഒരു മനുഷ്യൻ്റെ മനസ്സിൽ വരും. അതവൻ്റെ ഓരോ ചലനത്തിനും അവനെ നയിച്ചുകൊണ്ടിരിക്കും, അവനെ പടച്ചറബിനെ കുറിച്ച് ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കും, അതവൻ്റെ ചിന്തയെ സ്വാധീനിക്കും. അപ്പോൾ അവൻ എന്തായിരുന്നാലും ആത്മാർത്ഥമായി പ്രാർത്ഥിക്കും, റബ്ബന മാ ഖലഖത ഹാദാ ബാതില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ. എത്ര വൈകാരികമായിട്ടാണ് വിശുദ്ധ ഖുർആൻ ഉപയോഗിച്ച് നമ്മൾ ആലോചിക്കുക. അതിനാണ് ആ വിഷയത്തിൻ്റെ പൊരുൾ. പ്രപഞ്ച പഠനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ അല്ലെങ്കിൽ ആ വഴിക്ക് നമ്മൾ കടന്നു പോകുമ്പോൾ ആ വഴിക്ക് ചിന്തിക്കുന്ന മനുഷ്യൻ ഇവിടെയാണ് എത്തേണ്ടത്. മനസ്സും ശിരസ്സും അവിടെയാണ് നമിക്കേണ്ടത്. അതിലേക്ക് എത്താൻ നമുക്ക് സാധിക്കണം. ആ പ്രാർത്ഥനയുടെ അനുബന്ധമായി പിന്നെ കുറേ പ്രാർത്ഥനകൾ ഖുർആൻ അതിൻ്റെ കൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. ആ പ്രാർത്ഥനകൾക്കൊക്കെ ഞാനത് നിങ്ങൾക്ക് വിടുകയാണ്. ഒരുപാട് അർത്ഥവും ആലോചനയും ഉണ്ട് ആ ഓരോ പ്രാർത്ഥനയിലും. അതിലെ ഒരു ചെറിയ ഭാഗം മാത്രം അടുത്ത ആയത്തിലൂടെ ഇവിടെ നമുക്ക് കേൾപ്പിക്കാം. ربنا إنك من تدخل النار فقد أخزيته وما للظالمين من أنصار. ഞങ്ങളുടെ രക്ഷിതാവേ, നീ വല്ലവനെയും നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ അവനെ നിന്ദ്യനാക്കി കഴിഞ്ഞു. അക്രമികൾക്ക് സഹായികളായി ആരുമില്ലതാണ്. റബ്ബന ഇന്നക മൻ തുദ്ഖിലിന്നാർ, ഇന്നക തീർച്ചയായും നീ, മൻ തുദ്ഖിലിന്നാർ, അദ്ഖല യുദ്ഖിലു പ്രവേശിപ്പിച്ചു, മൻ തുദ്ഖിലിന്നാർ നീ ഒരാളെ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ, ഇന്നൊരാളെ നീ നരകത്തിൽ പ്രവേശിപ്പിച്ചാൽ ഫഖദ് അഹ്സൈതഹു, അഹ്സ എന്ന് പറഞ്ഞാൽ ഖിസിയ നൽകി, നിന്ദ്യത നൽകി, എല്ലാ പ്രതാപവും താഴ്ത്തിക്കളഞ്ഞു, അവനെ നീ നിന്ദിച്ചു. ഫഖദ് അഹ്സൈതഹു, നീ അവനെ നിന്ദ്യത നൽകി, നിന്ദ്യനാക്കി കഴിഞ്ഞു. അപ്പോൾ നരകത്തിൽ കിടക്കുമ്പോൾ, നരകത്തിൽ വീഴുന്ന മനുഷ്യന് അവിടുത്തെ ശാരീരികമായി ലഭിക്കുന്ന ശിക്ഷ മാത്രമല്ല, മനസ്സിനും അതിലേറെ ശിക്ഷ ലഭിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പം നമുക്കറിയില്ലേ, ചില സമയത്ത് നമ്മൾ പറയും ആ ഒരു വാക്ക് ഒരടിയേക്കാൾ അത് ശക്തമായിരുന്നു. ആ ഒരു വാക്ക് ഒരടി കിട്ടിയിരുന്നെങ്കിൽ അത്ര പ്രയാസം ഉണ്ടാവില്ലായിരുന്നു. പക്ഷെ ആ പറഞ്ഞ വാക്കുണ്ടല്ലോ എന്ന് നമ്മൾ പറയാറുണ്ട്. ശരീരത്തിനേറ്റിരിക്കുന്ന മുറിവ് അത് ഇവിടുത്തെ ഭൗതിക സംവിധാനങ്ങൾ കൊണ്ട് നമുക്ക് മാറ്റിയെടുക്കാം. മനസ്സിനേറ്റ മുറിവ് അത് മാറ്റിയെടുക്കാൻ കുറച്ച് പ്രയാസം തന്നെയാണ്. എന്ന പോലെ തന്നെ നമുക്ക് വളരെ ശാരീരികമായി ഏൽക്കുന്ന ഉപദ്രവങ്ങളെക്കാൾ ജനങ്ങളുടെ മധ്യത്തിൽ വെച്ച് ഒരാൾ അപമാനിക്കപ്പെടുമ്പോൾ, നിന്ദ്യനാകുമ്പോൾ അയാൾ അനുഭവിക്കേണ്ടി വരുന്ന മാനസികമായിരിക്കുന്ന വ്യഥ, ആ പ്രയാസം ഒട്ടും ചെറുതല്ല. അപ്പോൾ നരകത്തിൽ വീഴുന്ന ആളുകൾ രണ്ടു തരത്തിലുള്ള ശിക്ഷ അനുഭവിക്കുന്നു. ഒന്ന് ശരീരത്തിന് അതിൻ്റെ കഠോരമായിരിക്കുന്ന ശിക്ഷ, അതോടൊപ്പം അവിടെ ലഭിക്കുന്ന നിന്ദ്യതയിൽ നിന്നുണ്ടാകുന്ന മനസ്സിൻ്റെ ശിക്ഷയും. അതാണ് ഫഖദ് അഹ്സൈതഹു വമാ ലിൽദാലിമീന മിൻ അൻസാർ. വമാ ലിൽദാലിമീന, യഥാർത്ഥത്തിൽ അക്രമികൾക്കില്ല, മിൻ അൻസാർ, ഒരു സഹായിയും. അവിടെ പറഞ്ഞതിൻ്റെ ആ പറഞ്ഞൊരു തിരിച്ചൊരു ഭാഗം നോക്ക് നിങ്ങൾ.
നരകത്തിൽ പ്രവേശിക്കുന്നത് ലാലിമുകളാണെന്നാണ് പറഞ്ഞത്. ലാലിമുകൾക്ക് സഹായം ഇല്ല എന്ന് പറഞ്ഞാൽ ലാലിമുകളാണ് നരകത്തിൽ പ്രവേശിക്കുന്നത്. അവിടെ ഒരു അലിഫ്ലാം കൂടി ചേർത്തിട്ടുണ്ട്. ശരിക്ക് ദുൽമ ചെയ്യുന്ന ആൾക്കാർ. ആ ശരിക്കുള്ള ദുൽമ എന്താ? ഒന്നാമത്തെ ദുൽമ ശിർക്ക് തന്നെയാണ്. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള ബുദ്ധിയും ചിന്തയും ആലോചനയും ഒക്കെ ഉണ്ടായിട്ട് അത് ഉൾക്കൊള്ളാതെ അത് അംഗീകരിക്കാതെ വടിവിട്ടു പോകുന്ന ചിന്താഗതികൾ, അതും ദുലുമാണ്. അങ്ങനെയാണ് ഒരാൾ തീർത്തും ലാലിമാണ് എന്ന് അയാളെ ബോധ്യപ്പെടുത്തിയ ശേഷം മാത്രമേ അള്ളാഹ് ശിക്ഷിക്കുള്ളൂ. അള്ളാഹു അല്ലാതെ ഒരാളെയും ശിക്ഷിക്കൂല. ഇയാൾ ലാലിമാണ്, അക്രമിയാണ് എന്ന് കൃത്യമായ അയാളെ ബോധ്യപ്പെടുത്തും. അത് ദൈവനിഷേധം കൊണ്ടാവാം, ബഹുദൈവ വിശ്വാസം കൊണ്ടാവാം, അതുപോലെയുള്ള മറ്റു പലതരത്തിലുള്ള വിഷയങ്ങൾ കൊണ്ടാവാം. ആ ദുൽമ ഒരു മനുഷ്യനിൽ വന്നാൽ അയാൾ ശിക്ഷിക്കപ്പെടുക എന്നത് അനിവാര്യമാണ്. അങ്ങനെയുള്ള ആളുകളെ സഹായിക്കാൻ ആരും ഉണ്ടായിരിക്കുകയുമില്ല. അതാണ് പരലോകത്തിൻ്റെ ഒരു വിഷയം. ആർക്കും ആരെയും സഹായിക്കാൻ കഴിയുന്നില്ല. പ്രവാചകന്മാർക്ക് പോലും സ്വന്തം ഭാര്യമാരെയും മക്കളെയും മാതാപിതാക്കളെയും അവർ വിചാരിച്ച രൂപത്തിൽ രക്ഷപ്പെടുത്താൻ സാധിക്കുകയുമില്ല. നൂഹ് നബിയോട് അല്ലാഹ് പറഞ്ഞ വാചകം അവിടെ നമ്മൾ ചേർത്ത് വായിക്കുക. അതുപോലെ തന്നെ നൂഹ് നബിയുടെയും ലൂത്ത് നബിയുടെയും ഭാര്യമാരെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു വെച്ചിരിക്കുന്ന വിഷയങ്ങളും നമ്മളൊന്ന് കൂട്ടി വായിച്ചു നോക്കാം. അവർക്കൊന്നും ഒരു മനുഷ്യനെങ്കിലും, ഈ ഭൂമിയിൽ ജീവിച്ച ഏതെങ്കിലും ഒരു മനുഷ്യന് അയാൾ ചെയ്തിരിക്കുന്ന നന്മയുടെ മഹത്വത്തിൻ്റെ ഫലമായി മറ്റൊരാളെ പരലോകത്ത് രക്ഷപ്പെടുത്താൻ കഴിയുമായിരുന്നുവെങ്കിൽ നൂഹ് നബിയുടെ ഭാര്യ നരകത്ത് പോവില്ല, ലൂത്ത് നബിയുടെ ഭാര്യ നരകത്ത് പോവില്ല, നൂഹ് നബിയുടെ മകൻ നരകത്ത് പോവില്ല, ഇബ്രാഹിം നബിയുടെ പിതാവ് നരകത്ത് പോവില്ല. അങ്ങനെ പലരും. ഇത് ബോധ്യമാവാൻ നമുക്ക് കഴിയും. എങ്ങനെ? അതിനെന്ത് വേണം? നമ്മുടെ ആലോചനയും ചിന്തയൊക്കെ വേണം. അള്ളാഹു അങ്ങേ അറ്റത്ത് നീതിമാനാണ്. ആ നീതി വിട്ടവനൊന്നും ചെയ്യില്ല. അതുകൂടി അതിൻ്റെ മറുവശമാണെന്ത്? നീതിയുടെ അദലിൻ്റെ മറുവശമാണ് ദുൽമ്. ആ ദുൽമിൽ നിൽക്കുന്ന ആളുകൾ അവരെ സഹായിക്കാൻ ആരും ഉണ്ടായിരിക്കുകയില്ല. ഇനി ഞാൻ നേരത്തെ പറഞ്ഞ വിഷയത്തിൻ്റെ ചില പാർട്ടുകൾ കൂടി നോക്കാം. സൂറത്തുൽ ഖസസ് 28-ാമത്തെ സൂറത്ത് 71, 73. قل أرأيتم إن جعل الله عليكم الليل سرمدا إلى يوم القيامة من إله غير الله يأتيكم بضياء أفلا تسمعون. നബിയെ പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉയിർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അള്ളാഹു നിങ്ങളുടെ മേൽ രാത്രിയെ ശാശ്വതമാക്കി തീർത്തിരുന്നെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതൊരു ദൈവമാണ് നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്നു തരിക? എന്നിരിക്കെ നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? ഖുൽ അറഅയ്തും, ഖുൽ പറയുക, അറഅയ്തും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? അഥവാ നിങ്ങൾ കാണുന്നില്ല, ചിന്തിക്കുന്നില്ല. ഇൻ ജഅലല്ലാഹു അലൈക്കും, അള്ളാഹു നിങ്ങളുടെ മേൽ ഉണ്ടാക്കുകയാണെങ്കിൽ, സ്ഥാപിക്കുകയാണെങ്കിൽ, വ്യവസ്ഥപ്പെടുത്തുകയാണെങ്കിൽ, അല്ലൈല രാത്രിയെ, സർമദ ശാശ്വതമായി, രാത്രിയെ നിങ്ങൾക്ക് മേൽ അള്ളാഹു ശാശ്വതമാക്കി തീർക്കുകയാണെങ്കിൽ, ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ രാത്രി തന്നെ തുടരുകയാണെങ്കിൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹി, അല്ലാഹു അല്ലാത്ത ഏതൊരു ഇലാഹാണുള്ളത്, യഅ്തീകും ബിളിയാഇൻ, യഅ്തീകും ബിളിയാഇൻ, ലിയാ എന്ന പ്രകാശം, വെളിച്ചം, നിങ്ങൾക്ക് വെളിച്ചം കൊണ്ടുവന്ന് തരുന്ന ഏതു ദൈവമാണുള്ളത്? അള്ളാഹു ഉണ്ടാക്കിയിരിക്കുന്ന ഈ സംവിധാനത്തിന് അവൻ മാറ്റം വരുത്തിയാൽ തിരിച്ചു കൊണ്ടുവരുവാൻ കഴിയുന്നവൻ ആരാണുള്ളത്? എന്നിട്ട് അഫലാ തസ്മഊൻ, നിങ്ങൾ എന്നിരിക്കെ നിങ്ങൾ കേട്ടു മനസ്സിലാക്കുന്നില്ലേ? സമിഅ യസ്മഉ, അഫലാ തസ്മഊൻ. ഇപ്പൊ രാത്രിയെ അങ്ങനെ തന്നെ ശാശ്വതമാക്കി വച്ചിരുന്നുവെങ്കിൽ മനുഷ്യനെന്നല്ല, ഈ ഭൂമിയിൽ ഇപ്പോഴുള്ള എല്ലാ ജീവികളും ഘട്ടം ഘട്ടമായി പൂർണ്ണമായി നശിച്ച് നാമാവശേഷമായി പോകും. കാരണം മനുഷ്യനടക്കമുള്ള എല്ലാ ജീവികൾക്കും രാത്രി വേണം. പക്ഷേ രാത്രി മാത്രം പോരാ, പകലും വേണം. പകൽ വേണം, പകൽ മാത്രമല്ല രാത്രിയും വേണം. അത് രണ്ടും കൂടി നിലനിൽക്കുന്നിടത്തെ നമുക്ക് ജീവിക്കാൻ കഴിയും. ഇപ്പോൾ ഒരു മനുഷ്യനെ ഒരു ഇരുട്ടുമുറിയിൽ, ഒട്ടും പ്രകാശം കടക്കാത്തൊരു ഇരുട്ടുമുറിയിൽ താമസിപ്പിച്ചാൽ ഒട്ടും വൈകാതെ അയാൾ അന്ത്യശ്വാസം വലിക്കും.
അതതിൻ്റെ പ്രത്യേകത. ഒരുപാട് സംഗതികളുണ്ട് ഞാൻ സൂചിപ്പിച്ചത്. അപ്പോൾ അങ്ങനെ ഈ ഭൂമി തന്നെ മൊത്തത്തിൽ എന്നും ഇരുട്ടായിരുന്നുവെങ്കിൽ ആരാണ് അവിടെ വെളിച്ചം കൊണ്ടുവരിക എന്നാണ് ചോദ്യം. അതിൻ്റെ അവസാന ഭാഗം അഫലാ തസ്മഊൻ. അവിടെ ഒരു ചോദ്യം നിങ്ങളോടുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. ഞാൻ വരായിക്ക് അടുത്ത ആയത്ത് കൂടെ നോക്കിയിട്ട്. قل أرأيتم إن جعل الله عليكم النهار سرمدا إلى يوم القيامة من إله غير الله يأتيكم بليل تسكنون فيه أفلا تبصرون. പറയുക, നിങ്ങൾ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ, ഉയർത്തെഴുന്നേൽപ്പിന്റെ നാളുവരെ അള്ളാഹു നിങ്ങളുടെ മേൽ പകലിനെ ശാശ്വതമാക്കിയിരുന്നുവെങ്കിൽ അള്ളാഹു അല്ലാത്ത ഏതൊരു ദൈവമാണ് നിങ്ങൾക്ക് വിശ്രമിക്കുവാൻ ഒരു രാത്രി കൊണ്ടുവന്നു തരിക? എന്നിരിക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? ഖുൽ അറഅയ്തും, അതേ പാറ്റേൺ തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, കണ്ടു മനസ്സിലാക്കുന്നില്ലേ? ഇൻ ജഅലല്ലാഹു അലൈക്കുമുൻ നഹാറ സർമദൻ ഇലാ യൗമിൽ ഖിയാമ, അന്ത്യദിനം വരെ അള്ളാഹു പകലിനെ ശാശ്വതമാക്കി നിങ്ങളുടെ മേൽ നിലനിർത്തിയാൽ, മൻ ഇലാഹുൻ ഗൈറുല്ലാഹ്, അള്ളാഹു അല്ലാതെ മറ്റു ഏതൊരു ദൈവമാണ് ഉള്ളത്, യഅ്തീകും കൊണ്ടുവരാൻ, യഅ്തീകും കൊണ്ടുവരാൻ, ലൈലിൻ ഒരൊറ്റ രാത്രി, ഒരേ ഒരു രാത്രി, അങ്ങനെ രാത്രിയെ കൊണ്ടുവരാൻ. എന്തിന്? തസ്കുനൂന ഫീഹി, നിങ്ങൾക്കതിൽ സുഖമായി വിശ്രമിക്കാൻ. സക്കന യസ്കുൻ എന്ന് പറഞ്ഞാൽ സമാധാനത്തോടെ വിശ്രമിക്കാൻ അതിനർത്ഥമുള്ളൂ. മസ്കൻ തസ്കുനൂന ഫീഹി, നിങ്ങൾക്ക് ആ ഒരു രാത്രിയിലെങ്കിലും വിശ്രമിക്കാലോ, ശരിയായ രൂപത്തിൽ വിശ്രമിക്കാം. അങ്ങനെ വിശ്രമിക്കാൻ വേണ്ടി ഒരു രാത്രിയെങ്കിലും ഏതു ദൈവം കൊണ്ടുവരും? അഫലാ തുബ്സിറൂൻ, എന്നിരിക്കെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ? അഫലാ തുബ്സിറൂൻ, ആ വാചകം വിശദീകരിക്കേണ്ടതില്ല. അവിടെ രണ്ട് ആയത്തിൽ അവസാനിപ്പിച്ച രണ്ട് പദങ്ങളിലാണ്. ഒന്ന് അഫലാ തസ്മഊൻ, രണ്ട് അഫലാ തുബ്സിറൂൻ. എന്താണ് ഈ രണ്ട് വ്യത്യാസങ്ങൾക്ക് കാരണം എന്ന് ഒന്ന് പറഞ്ഞു നോക്കാൻ പറ്റുമോ? ഒന്ന് അഫലാ തുബ്സിറൂൻ എന്ന് വന്നു, ഒന്ന് അഫലാ തസ്മഊൻ എന്ന് വന്നു. രണ്ടിലുമുള്ളത് അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളിൽ വരുന്ന ചില മാറ്റങ്ങളെ കുറിച്ചാണ്. അത് വന്നാൽ എന്ത് സംഭവിക്കും, നമുക്ക് എന്താ ചെയ്യാൻ പറ്റുമെന്നാണ്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ വന്നത്? ആദ്യത്തെ ആയത്തിൽ അഫലാ തസ്മഊൻ, രണ്ടാമത്തേൽ അഫലാ തുബ്സിറൂൻ. കണ്ടു കേട്ടോ, മനസ്സിലാക്കണ്ട, മനസ്സിലായി. പക്ഷെ ഇത് ഒന്നിൽ കേൾവിയും ഒന്നിൽ കാഴ്ചയുമാണ് കൊടുത്തത്. ആ വ്യത്യാസം എന്താണെന്ന് ചോദിച്ചത്? രാത്രി കാണാൻ പറ്റില്ല. പറയട്ടെ, ബാക്കി പറയാം. ഓക്കെ, അതുതന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്ന വിഷയം. എന്ന് പറഞ്ഞാൽ രാത്രിയിൽ പ്രത്യേകിച്ച് ഇരുട്ട്, വേറെ വെളിച്ചമൊന്നുമില്ല, ഒരു വെളിച്ചമില്ല, അവിടെ നമുക്കൊന്നും കാണാൻ കഴിയില്ല, അതുകൊണ്ട് കണ്ട് മനസ്സിലാക്കാനും കഴിയില്ല. അവിടെ കേൾവി മാത്രമാണ് ഏക ആശ്രയം. അതുകൊണ്ടാണ് രാത്രിയെക്കുറിച്ച് ഇവിടെ മാത്രമല്ല പലയിടങ്ങളിലും രാത്രിയുമായി ബന്ധപ്പെട്ട പരാമർശം നടത്തുന്നിടത്ത് ഈ കാണാൻ പറ്റും. എന്നാൽ പകലിലാണ് അഥവാ പ്രകാശത്തിനാണ് കാഴ്ചയുള്ളത്. ഇവിടെ പറയുന്ന കാഴ്ച കേവലം കാഴ്ചയുമല്ല, ഉൾക്കാഴ്ച കൂടിയാണ്. ഉൾക്കാഴ്ച ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? പ്രകടമായ കാഴ്ചയും വേണം. അത് നടക്കണമെങ്കിൽ എന്ത് വേണം? പകൽ വേണം. അപ്പോൾ പകല് അങ്ങനെ ശാശ്വതമായി നിലനിർത്തിയിരുന്നുവെങ്കിൽ നിങ്ങൾ കേവലം കാണുന്നല്ല, നിങ്ങൾ നിങ്ങളുടെ അകക്കണ്ണ് കൊണ്ട് തന്നെ കാണും അതിൻ്റെ ദുരിതവും പ്രയാസവും പ്രതിസന്ധിയും ഒക്കെ. അതുകൊണ്ടാണ് പറഞ്ഞത്, അവിടെ നിങ്ങൾ കണ്ടു മനസ്സിലാക്കുന്നില്ലേ, ഇവിടെ നിങ്ങൾ കേട്ട് മനസ്സിലാക്കുന്നില്ലേ. അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതിന് ആ അർത്ഥത്തിൽ വരുമ്പോൾ എന്തില്ല, അതിൽ ഒരു ആശയക്കുഴപ്പം വരുന്നില്ല. അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കേണ്ടത്. അടുത്ത ആയത്തോട് നോക്കാം. ജനങ്ങൾക്ക് ജീവിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു. നീട്ടുകയാണെങ്കിൽ തന്നെ നീട്ടുന്നല്ലോ, നീട്ടിയിരുന്നുവെങ്കിൽ. ഇപ്പൊ ഖുർആൻ നമ്മൾ വെള്ളത്തെക്കുറിച്ച് പറഞ്ഞെടുത്ത് പഠിച്ചില്ലേ? അള്ളാഹു ഈ ഭൂമിയിലുള്ള വെള്ളം മുഴുവനും അങ്ങ് വറ്റിച്ചു കളഞ്ഞാൽ ആരാണ് പിന്നെ ശുദ്ധജലം കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ എന്താ? കംപ്ലീറ്റ് വറ്റിക്കുന്നല്ലോ.
നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ അനുഗ്രഹങ്ങളെ അവൻ പിൻവലിച്ചാൽ നിങ്ങൾക്ക് നിർവാഹമൊന്നുമില്ല എന്ന് പറയാൻ ബോധ്യപ്പെടുത്താനാണ്. അല്ലാതെ എന്ന പോലെ തന്നെ ലോകാവസാനം വരെ രാത്രി ആക്കുമെന്നോ പകലാക്കുമെന്നോ പറയാനല്ല. അല്ലല്ലോ. ഏതു സമയം കൊടുത്താലും എന്തല്ല, നമുക്ക് ഈ പ്രകൃതിയിൽ മാറ്റം വരുത്താൻ കഴിയില്ല. ലാ തബ്ദീല ഖൽഖില്ല എന്ന് പറഞ്ഞല്ലോ. അവൻ ഉണ്ടാക്കുന്ന സൃഷ്ടി പ്രപഞ്ചത്തിൽ പ്രകൃതിയിൽ നമുക്ക് മാറ്റം വരുത്താൻ കഴിയില്ല. ഞാൻ പറഞ്ഞു, ഇപ്പോ നമ്മുടെ ദിവസത്തിന്റെ ദൈർഘ്യം അതിൽ പകൽ 12, 12.5, 13 മണിക്കൂറാണ്. ആ 13 മണിക്കൂറുള്ളത് 15 ആക്കാൻ നമുക്ക് പറ്റൂല. അള്ളാഹ് നിശ്ചയിച്ച പോലെ ഉണ്ടാവും. ഇപ്പൊ ചില പ്രദേശങ്ങളിൽ, ചില ഏരിയകളിൽ 16, 17 മണിക്കൂറൊക്കെ പകലുണ്ട്. അവിടെ അതിന് ബാക്കി രാത്രി ഉണ്ടാവുള്ളൂ. തിരിച്ചും വരാറുണ്ട്. 14, 17, 16 മണിക്കൂറൊക്കെ രാത്രി വരാറുണ്ട്. പകൽ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അവിടെ അവർക്ക് മാറ്റാൻ പറ്റുമോ? കേരളത്തെ പോലെ ആയിരുന്നു കാലാവസ്ഥ എങ്കിൽ എന്ന് കരുതിയിട്ട് അവർക്ക് അവിടെ തിരിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അതിന് ചെറിയ കൊച്ചു അടയാളങ്ങൾ നമുക്ക് മുമ്പിൽ അള്ളാഹ് വെച്ച് തന്നിട്ടുണ്ട്. അങ്ങനെ ഏതെങ്കിലും നിരക്കൊരു മാറ്റം വരുത്താൻ മനുഷ്യന് സാധ്യമല്ല. ഇനി മനുഷ്യന് സാധ്യമല്ല എന്ന് മാത്രമല്ല, മനുഷ്യൻ ആരാധിക്കുന്ന ആരാധ്യന്മാർ ആരെങ്കിലും ഉണ്ടോ? അവർക്കും സാധ്യമല്ല. ശരിക്ക് പടച്ചോൻ എല്ലാ കാര്യം ചെയ്യുമ്പോൾ ഞാൻ കുറച്ചുകൂടി തർക്കമില്ലാത്തൊരു പടച്ചോനാണ് എന്ന് കരുതിയിട്ട് ഇതൊന്നും ഇവിടെ നിൽക്കട്ടെ, ഇപ്പൊ തൽക്കാലം രാത്രിയായാലും എന്നെ അവിടെ നിൽക്കട്ടെ, ഈ സ്വിച്ച് തൽക്കാലം ഓണാക്കണ്ട, ഇനി അവിടെ ഓഫായി കിടക്കട്ടെ എന്ന് തീരുമാനിക്കാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടോ? പിടിച്ചു വെക്കാൻ പറ്റുമോ? ആ രാത്രി നീങ്ങിക്കൊണ്ടേയിരിക്കും. എന്ന പോലെ നേരം വെളുത്തല്ലോ, ഇനി അവിടെ നിൽക്കട്ടെ എന്ന് പറഞ്ഞ് പിടിച്ചു വെക്കാൻ പറ്റുമോ? അതും കഴിയില്ല. പണ്ടൊരു മുതലാളി ക്ലോക്കിന്റെ മറ്റേ മിനിറ്റ് സൂചി പിടിച്ചു വെച്ച കഥ പറയാറുണ്ട്. പക്ഷെ അവസാനം എന്തായി? ആ സൂചി ആ മുതലാളിയെയും കൊണ്ട് കറങ്ങി എന്നുള്ളതാണ്. അതാണ് വിഷയം. ഇതെന്തിനാ പിടിച്ചു വെച്ചത്? സമയം നീങ്ങാതിരിക്കാൻ. സമയം അവിടെ പിടിച്ചു വെച്ചാൽ നീങ്ങൂല എന്നാണ് ഈ സാധു വിചാരിച്ച്. കഥകളാണെങ്കിൽ പോലും നമ്മൾ അങ്ങനെയാണ്. അദ്ദേഹത്തെയും കൊണ്ട് ആ ക്ലോക്ക് കറങ്ങുന്ന, അല്ലെങ്കിൽ ആ മിനിറ്റ് സൂചി കറങ്ങിക്കൊണ്ടിരിക്കുന്നതാണ് പിന്നെ നമ്മൾ കാണുന്നത്. ഇവിടെ ഒരു ആരാധ്യനും നമ്മൾ പറയുന്ന ആൾദൈവമെന്നോ അല്ലാത്ത ദൈവമെന്നോ അവതാരമെന്നോ പുണ്യപുരുഷനെന്നോ സിദ്ധനെന്നോ ബീവി എന്നോ തങ്ങളെന്നോ ആരെ പറഞ്ഞോളി, ആ പറയുന്ന ഒരാൾക്കും ഇപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, പല വീട്ടിലും കളവ് നടക്കാറില്ല. എപ്പോഴാ? രാത്രിയല്ലേ. എന്നാൽ രാത്രിയാണ് ഇല്ലാതിരുന്നെങ്കിൽ നമ്മൾ ഈ ബീമാരും തങ്ങന്മാരെല്ലാം കൂടിയിട്ട് രാത്രിനൊന്നാണ് മാറ്റിയാൽ അല്ലേ പിന്നെ ഉണ്ടാവില്ലല്ലോ. അങ്ങനെ വിചാരിക്കാൻ കഴിയുമോ? അങ്ങനെ ഏതു സംഗതിയിലും ഈ പറയപ്പെടുന്ന ഒരാൾക്കും ഒന്ന് അനങ്ങാൻ പോലും കഴിയില്ല. അവരും ഈ നിയമങ്ങൾക്ക് വിധേയമായി ഇവിടെ ജീവിക്കേണ്ടവരാണ്, ജീവിച്ച് മരിച്ചു പോകേണ്ടവരാണ്, അല്ലെങ്കിൽ മരിച്ചു പോയവരാണ്. എന്നിരിക്കെ അള്ളാഹുവിന് പുറമെ നിങ്ങൾ എങ്ങനെ വേറൊരു ആരാധന സ്വീകരിക്കാം? അതിനെങ്ങനെ സാധിക്കുന്നത്? എന്തു തെളിവാണ്, എന്ത് പ്രമാണമാണ് നമുക്കവിടെ വെച്ചു കൊടുക്കാനുള്ളത് തുടങ്ങിയുള്ള ചോദ്യങ്ങളാണ് അള്ളാഹു ചോദിച്ചതിൻ്റെ ഉള്ളിലുള്ളത്. അവിടെ ചിലത് നമ്മൾ കണ്ടു മനസ്സിലാക്കേണ്ടതും ചിലത് കേട്ട് മനസ്സിലാക്കേണ്ടതുമാണ്. അതിൻ്റെ അടുത്ത ആയത്ത് കൂടെ നോക്കാം. ومن رحمته جعل لكم الليل والنهار لتسكنوا فيه ولتبتغوا من فضله ولعلكم تشكرون. അവന്റെ കാരുണ്യത്താൽ അവൻ നിങ്ങൾക്ക് രാവും പകലും ഉണ്ടാക്കി തന്നിരിക്കുന്നു. രാത്രിയിൽ നിങ്ങൾ വിശ്രമിക്കുവാനും പകൽ സമയത്ത് അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊണ്ടുവരാനും നിങ്ങൾ നന്ദി കാണിക്കുവാനും വേണ്ടി. വമിൻ റഹ്മത്തിഹി, അവന്റെ കാരുണ്യത്തിൽ പെട്ടതാണ്, കാരുണ്യത്താലാണ്. ജഅല ലക്കുമുൽ ലൈല വന്നഹാറ, നിങ്ങൾക്ക് രാവും പകലും ഉണ്ടാക്കി തന്നത്. ലി തസ്കുനു ഫീഹി, അതിൽ നിങ്ങൾ വിശ്രമിക്കാൻ വേണ്ടി ശാന്തമായി. വലി തബ്തഗൂ മിൻ ഫദ്ലിഹി, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന് നിങ്ങൾ തേടിക്കൊണ്ടുവരാൻ. ഇബ്തഗ എന്നാൽ പ്രതീക്ഷ അർപ്പിച്ച് പണിയെടുക്കുന്നതിനാ പറയാം. ഒരു കാര്യം കിട്ടാൻ അധ്വാനിക്കുക. മിൻ ഫദ്ലിഹി, അവന്റെ അനുഗ്രഹത്തിൽ നിന്ന്. വല അല്ലക്കും തഷ്കുറൂൻ, നിങ്ങൾ നന്ദിയുള്ളവരായേക്കാം. ആ 3 പദങ്ങളൊന്ന് ഒന്നുകൂടി വായിച്ചു നോക്കിയേ. ലി തസ്കുനു ഫീഹി വലി തബ്തഗൂ മിൻ ഫദ്ലിഹി വല അല്ലക്കും തഷ്കുറൂൻ. എന്തെങ്കിലും മനസ്സിലാകുന്നുണ്ടോ? അത് മനസ്സിലാകുന്നില്ല? ആയത്തിന്റെ തുടക്കം വമിൻ റഹ്മത്തിഹി ജഅല ലക്കുമുൽ ലൈല വന്നഹാറ, അവന്റെ അനുഗ്രഹത്താലാണ് രാത്രി ഉണ്ടാവുന്നത് പകലും ഉണ്ടാവുന്നത്. ആദ്യം പറഞ്ഞത് രാത്രി, അതുകൊണ്ട് അടുത്ത വാചകത്തിൽ ആദ്യം പറഞ്ഞ ലി തസ്കുനു ഫീഹി,
അതിൽ നിങ്ങൾ വിശ്രമിക്കാൻ. രണ്ടാമത് പറഞ്ഞത് നഹാർ, പകല്. വലിത്തബ്തഗൂ മിൻ ഫദ്ലിഹി, അവൻ്റെ അനുഗ്രഹത്തിൽ പ്രതീക്ഷ അർപ്പിച്ച് പണിയെടുക്കാൻ. പൊതുവിൽ മനുഷ്യൻ ഇര തേടുന്നത്, അധ്വാനിക്കുന്നത്, വിഭവങ്ങൾ സമാഹരിക്കുന്നത് പകലിലാണ്. അതിൻ്റെ വിശ്രമം രാത്രിയിലും. ഇനി ഈ രണ്ടു കാര്യങ്ങളും നമുക്ക് ബോധ്യമായി കഴിഞ്ഞാൽ രണ്ടിലൂടെയും ഉണ്ടാവേണ്ട ഒരു സംഗതി എന്താ? ശുക്ർ. വലഅല്ലക്കും തഷ്കുറൂൻ. അപ്പോൾ ബാക്കിയൊക്കെ പക്ഷേ നേരത്തെ പറഞ്ഞ സംഅയിൽ വന്നു അല്ലേ, ബസറും വന്നു. സംഅ് വന്നു, ബസർ വന്നു. അതുപോലെ പിന്നെ വിശ്രമം വന്നു, അതുപോലെ ഇരതേടൽ വന്നു. രാവ് വന്നു, പകൽ വന്നു. എല്ലാത്തിൻ്റെയും അവസാനം നമുക്ക് എത്തിച്ചേരാൻ കഴിയേണ്ടത് ഇതൊക്കെ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താലാണ് എന്ന ബോധ്യത്താൽ അവന് നന്ദി ചെയ്ത് ശുക്റുള്ളവരായി ജീവിക്കാൻ കഴിയുക എന്നതാണ്. അവിടേക്കാണ് നമ്മൾ എത്തേണ്ടത്. പക്ഷേ ഖലീലമ്മ തഷ്കുറുനി എന്ന് ഖുർആൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. വളരെ കുറച്ച് ആളുകൾ മാത്രമേ ശരിയായ അർത്ഥത്തിൽ ശുക്ർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ആ കുറഞ്ഞ ആളുകളിൽ നമ്മൾ കൂടി പെടാൻ പറ്റുമോ നമ്മൾ നോക്കണ്ട്. അല്ലാതെ വേറെ ആളെ കൂട്ടാൻ നമുക്ക് കഴിഞ്ഞോണമെന്നില്ല. ഉള്ളവരെയും നമ്മൾ കൂടി പെടാൻ പറ്റുമോ നോക്കാം. പിന്നെ ഖലീലമ്മ തഷ്കുറുൻ എന്ന് പറയുമ്പോൾ അത് ഗസീറമ്മ തഷ്കുറുൻ ആക്കാൻ കഴിയില്ലെങ്കിലും ആ ഖലീലിൽ നമ്മൾ പെടാൻ ശ്രമിക്കുക എന്നതാണ് ഈ പഠനത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം. ഇനി ഇതുപോലെ തന്നെ ഉള്ള 2-3 ആയത്തുകൾ വേറെ നോക്കാം. സൂറത്ത് റൂം 30-ാമത്തെ സൂറത്ത് 21 മുതൽ 24 വരെ. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون. നിങ്ങൾക്ക് സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനായി നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ സൃഷ്ടിക്കുകയും നിങ്ങൾക്കിടയിൽ സ്നേഹവും കാരുണ്യവും ഉണ്ടാക്കുകയും ചെയ്തതും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. തീർച്ചയായും അതിൽ ചിന്തിക്കുന്ന ജനങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. ഈ ആയത്ത് നമ്മൾ ദാമ്പത്യത്തിൽ പഠിച്ചതാണ്, അതുകൊണ്ട് വിശദീകരിക്കുന്നില്ല, അർത്ഥമൊന്നും പറയുന്നില്ല. അവിടെ ശ്രദ്ധിക്കാൻ ഒറ്റ പദമുള്ളൂ, ലഅല്ലക്കും ഇന്ന ഫീ ദാലിക ലആയാത്തിൻ ലിഖൗമി യതഫക്കറൂൻ. ചിന്തിക്കുന്ന ജനങ്ങൾക്ക് അതിൽ ദൃഷ്ടാന്തമുണ്ട്. അവിടെ യതഫക്കറൂൻ എന്ന പ്രയോഗമാണ് നടത്തിയത്. മുമ്പേ പറഞ്ഞിരിക്കുന്ന വിഷയം അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തമാണ്. മനുഷ്യർ ഇണയും തുണയുമായി ജീവിക്കുന്നത് അള്ളാഹുവിൻ്റെ ഇടപെടലാണ്, അവൻ്റെ ദൃഷ്ടാന്തമാണ്. അതിൽ ചിന്തിക്കുന്നവർക്ക് ഒരുപാട് ദൃഷ്ടാന്തങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കേണ്ടത് ഇപ്പം മുമ്പേ പറഞ്ഞാണ്, ഒരു അസ്തിത്വം നിന്ന് അടുത്ത അതിൻ്റെ ഇണയുണ്ടായി, ഒന്നിൽ നിന്നാണ് മറ്റൊന്നുണ്ടായത്. അതിൻ്റെ ബൈ പ്രൊഡക്റ്റാണ് ബാക്കിയുള്ള മുഴുവൻ മനുഷ്യരും. അതിൻ്റെ മറുവശാണെന്ത്? ഈ വേർപെട്ടു പോയത് വീണ്ടും അടുക്കുവാനും ഒന്നാകുവാനും ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അതാണ് ആകർഷണം. ആണും പെണ്ണും തമ്മിലുള്ള ആകർഷണം എന്ന് പറഞ്ഞാൽ അതാണ്. അത് ഈ പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കൾക്കുമുണ്ട്, എല്ലാ വസ്തുക്കൾക്കുമുണ്ട്. എന്താ കാരണം? പ്രപഞ്ചവും നേരത്തെ ഒന്നായിരുന്നു, പിന്നെ വേർപെട്ടു പോയതാണ്. അതുകൊണ്ട് ഈ ഗോളങ്ങൾ തമ്മിലൊക്കെ ഒരു ആകർഷണമുണ്ട്. ആ ആകർഷണ ബലം കൊണ്ട് അങ്ങനെ അങ്ങോട്ട് അടുത്തു പോകാതിരിക്കാൻ അവയെ സഞ്ചരിപ്പിക്കുന്ന വിധത്തിലാക്കി വെച്ചതുകൊണ്ടാണ്. അപ്പം എല്ലാം തമ്മിൽ ഈ പറയുന്ന എല്ലാ വസ്തുക്കളും, ഇന്ന് ചെറിയ തന്മാത്ര പോലും എടുത്താൽ അവിടെയൊക്കെ നമുക്കൊരു പോസിറ്റീവും നെഗറ്റീവും കാണാൻ പറ്റും, ഒരു ന്യൂട്രോണും പ്രോട്ടോണും കാണാൻ പറ്റും അല്ലേ, ഒരു ന്യൂട്രോൺ ഫേസും കാണാൻ പറ്റും എന്ന് പറഞ്ഞാൽ അങ്ങനെ എല്ലാത്തിനും അതുണ്ട്. ആ ഒരു ബന്ധം ഉണ്ടാവുന്നത് ഒന്നിൽ നിന്നാണ് മറ്റോരോന്നും ഉണ്ടാകുന്നുള്ളതുകൊണ്ടാണ്. ഇവിടെ മനുഷ്യൻ്റെ ജീവിതം അങ്ങനെയാണ്. അങ്ങനെയുള്ള ആ ഒരു പിന്നെ വേർപെട്ടു പോയതിനെ വീണ്ടും ഒന്നാക്കി തീർക്കുന്ന ഒരു പ്രക്രിയ അള്ളാഹു മനുഷ്യരിൽ ഇടപെടുന്നതിൻ്റെ ഭാഗമാണ്. അതൊരുപാട് ദൃഷ്ടാന്തങ്ങൾ നൽകുന്ന വിഷയമാണ്. ആർക്ക്? ചിന്തിക്കുന്ന ആളുകൾക്ക്. ഉപയോഗിച്ചത് ലിഖൗമി യതഫക്കറൂൻ. അടുത്ത ആയത്ത് നോക്കാം. ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين. ആകാശഭൂമികളുടെ സൃഷ്ടിയും നിങ്ങളുടെ ഭാഷകളിലും വർണ്ണങ്ങളിലുമുള്ള വ്യത്യാസവും അവൻ്റെ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതത്രേ. തീർച്ചയായും അതിൽ അറിവുള്ളവർക്ക് ദൃഷ്ടാന്തങ്ങളുണ്ട്. അവിടെയും പറയുന്നൊക്കെ ദൃഷ്ടാന്തങ്ങളാണ്. വമിൻ ആയാത്തിഹി, അവൻ്റെ അടയാളങ്ങളിൽ ദൃഷ്ടാന്തങ്ങളിൽപ്പെട്ടതാണ് ഖലഖുസ് സമാവാതി വൽ അർദ്, ആകാശങ്ങളുടെ സൃഷ്ടിയും ഭൂമിയുടെ സൃഷ്ടിയും.
വഖ്തിലാഫു അൽസിനതികും വ അൽവാനിക്കും. വഖ്തിലാഫു അൽസിനതികും വ അൽവാനിക്കും. ലിസാനാണ് അതിന് ജമ്മണ് അൽസിനത്ത്. ലിസാൻ എന്ന് പറഞ്ഞാൽ നേരെ അർത്ഥം നാവ് എന്നാണ്. ഉദ്ദേശം പലതാണ്. ഭാഷ എന്ന് പറയാം, ശബ്ദമെന്ന് പറയാം. കുറച്ചുകൂടി പൂർണ്ണത ശബ്ദം എന്നായിരിക്കും തോന്നുന്നു. ഞാനെന്ന് പറഞ്ഞല്ലോ, ഭാഷ എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേരളത്തിന് ഒരു ഭാഷയാണുള്ളത്, തമിഴ്നാട്ടിന് ഒരു ഭാഷയാണുള്ളത്. കേരളത്തിലെ 3 കോടിയിലധികം വരുന്ന മനുഷ്യന്മാർക്ക് ഒരൊറ്റ ഭാഷയുള്ളൂ. പക്ഷെ 3 കോടി മനുഷ്യന്മാർക്ക് 3 കോടി ശബ്ദമുണ്ട്. മനസ്സിലായോ? ഒരു ഭാഷയിൽ 3 കോടി ശബ്ദം. തമിഴ്നാട്ടിൽ ഒരു ഭാഷയിൽ എത്ര കോടി എനിക്ക് കറക്റ്റ് അറിയില്ല, കോടിക്കണക്കിന് ശബ്ദങ്ങൾ. അങ്ങനെ ഓരോ ഏരിയയിലും. അറേബ്യയിൽ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ലക്ഷക്കണക്കിന് ശബ്ദങ്ങളിൽ ഒരു ഭാഷ, അഥവാ ഒരു ഭാഷയിൽ ലക്ഷക്കണക്കിന് ശബ്ദങ്ങൾ. അങ്ങനെ നോക്കാം. അപ്പോൾ വഖ്തിലാഫി അൽസിനതികും, വഖ്തിലാഫു അൽസിനതികും, നിങ്ങളുടെ ശബ്ദ വൈവിധ്യങ്ങളിൽ, വ അൽവാനിക്കും, വർണ്ണ വൈവിധ്യങ്ങളിലും. വർണ്ണം അങ്ങനെ തന്നെയാണ്.